Hello. Hello, am I audible? Yes, class ഉണ്ട്. ചെറിയ ടെക്നിക്കൽ എറർ ഉണ്ട്. I don't know, എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. So now like it's fine. Hopefully it's fine. Thank you so much for joining here. സെഷൻ ഉണ്ട്, തീർച്ചയായിട്ടും സെഷൻ ഉണ്ട്. താങ്ക് യു. നമുക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം സെഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ശരത് നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യാം. സോ മെനി പീപ്പിൾ കൻ ജോയിൻ. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാം, മാനിഫെസ്റ്റേഷൻ നിയമങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് അല്ലേ? സോ ലോസ് ഓഫ് മാനിഫെസ്റ്റേഷൻ. യെസ്, ലോസ് ഓഫ് മാനിഫെസ്റ്റേഷൻ നമ്മൾ പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ലോ ഓഫ് മാനിഫെസ്റ്റേഷനിൽ എന്താ, നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷൻ തിയറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതിൽ 6 പോയിന്റ്സ് പറഞ്ഞു. ആർക്കാണ് ഓരോ പോയിന്റ്സുകളൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുക? ജസ്റ്റ് കമന്റ് ഡൗൺ 6 പോയിന്റ്സ്. ഓരോ പോയിന്റുകളൊന്ന് കമന്റ് ചെയ്തോളൂ. ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് പരസ്പരം അത് ശരിക്കും വീണ്ടും അത് മനസ്സിലാക്കാൻ അത് ശരിക്കും സഹായിക്കും. സോ ഗിവ് മീ ദ 6 പോയിന്റ്സ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ലോ ഓഫ് അട്രാക്ഷൻ. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? ലോ ഓഫ്, പറഞ്ഞോളൂ. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ലോ ഓഫ് അട്രാക്ഷൻ. സെക്കൻഡ് പോയിന്റ് ഓക്കെ, ആർക്കും അറിയില്ലേ? നമ്മൾ നിയമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് വരുന്നത് ലോ ഓഫ് അട്രാക്ഷൻ, സെക്കൻഡ് പോയിന്റ് ലോ ഓഫ് വൈബ്രേഷൻ, തേർഡ് പോയിന്റ് ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ, and fourth point law of correspondence, and fifth point law of cause and effect, which is karma. നമ്മൾ ആറാമത്തെ പോയിന്റ് പറഞ്ഞു ലോ ഓഫ് പെർപെച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി. നെക്സ്റ്റ് വരുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് ലോ ഓഫ് റിലേറ്റിവിറ്റി. വാട്ട് ഈസ് ലോ ഓഫ് റിലേറ്റിവിറ്റി? എവറിത്തിങ് ഈസ് റിലേറ്റീവ്. യുവർ എക്സ്പീരിയൻസ് ഗെയിൻ മീനിങ് ഓൺലി ഇൻ കമ്പാരിസൺ ടു സംതിങ് എൽസ്. അതായത് യുവർ എക്സ്പീരിയൻസ് ഗെയിൻ മീനിങ്, നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസുകളും അതിനൊരു അർത്ഥം ഉണ്ടാവും ഇൻ കമ്പാരിസൺ ടു സംതിങ് എൽസ്. വേറെ എന്തോ ഒരു സാധനമായിട്ട് കണക്റ്റഡ്, റിലേറ്റ് ചെയ്തുകൊണ്ടാണ് കണക്ട് ചെയ്തത്. സോ യൂസ് ചാലഞ്ചസ് ആസ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് ആൻഡ് പെർസ്പെക്റ്റീവ്. നമുക്കുണ്ടായിട്ടുള്ള നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ചാലഞ്ചസും, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് എല്ലാം ചലഞ്ച് ഉള്ളത് കൊണ്ടാണ് ഗ്രോത്ത് ഉള്ളത്. ചലഞ്ച് ഉള്ളത് കൊണ്ടാണ് ഗ്രോത്ത് ഉള്ളത്. അപ്പൊ മാനിഫെസ്റ്റേഷൻ നമുക്ക് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ പല ചലഞ്ചസും കൂടെ വരണം. ആ ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇംപ്രൂവ്മെന്റ്സ് മാനിഫെസ്റ്റ് ചെയ്യും, ഗ്രോത്ത് മാനിഫെസ്റ്റ് ചെയ്യും, അബണ്ടൻസ് മാനിഫെസ്റ്റ് ചെയ്യും. സോ ചലഞ്ചസ് വിൽ ബി ദേർ. ലോ ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയും. എല്ലാം ഒന്നുമായിട്ട് കണക്റ്റഡ് ആണ്. എല്ലാ സംഭവങ്ങളും അല്ലെങ്കിൽ എല്ലാ ഗ്രോത്തുകളും നമുക്കൊന്നുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്കതിനെ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിന് എക്സാമ്പിൾസ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, എവറിത്തിങ് ലൈഫ് ഈസ് ന്യൂട്രൽ. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാ സംഗതികളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ലൈഫിൽ ന്യൂട്രൽ ആണ്. പക്ഷേ നമ്മൾ വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്ന, അൺടിൽ യു കമ്പയർ ഇറ്റ് ടു സംതിങ് എൽസ്, ഒരു സംഗതിയായിട്ട് എന്തെങ്കിലും ഒരു മാറ്ററായിട്ട് കമ്പയർ ചെയ്യുന്നത് വരെ എല്ലാം ന്യൂട്രൽ ആണ്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ദിസ് വേൾഡ് ഈസ് ന്യൂട്രൽ. ദ മീനിങ് ഓർ ഇമോഷണൽ ചാർജ് we assign to experience comes from our perspective. നമ്മൾ ഫീൽ ചെയ്യുന്ന ഏത് കാര്യവും, ഏതൊരു ഇമോഷനും, അല്ലെങ്കിൽ അർത്ഥമായി ഒരു കാര്യത്തിന് ഒരു മീനിങ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ചാർജ്, ഒരു വികാരം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ അതുമായിട്ട് നമ്മൾ എന്ത് പെർസ്പെക്റ്റീവ് കൊടുക്കുന്നു,
ഇപ്പൊ ഒരു ട്രോമ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രോമ എന്ന് പറയുന്നത് ട്രോമയാണ് എന്ന് നമ്മൾ തീരുമാനിക്കപ്പെടുന്നതിന് പുറത്താണ് ട്രോമയായി മാറുന്നത്. സോ ദിസ് ലോ ടീച്ചേഴ്സ് നത്തിങ് ഈസ് ഇൻഹറന്റ്ലി ഗുഡ് ഓർ ബാഡ്. ഈ ലോകത്ത് നന്മയോ ചീത്തയോ ഒന്നുമില്ല. നമുക്കത് നന്മയായി തോന്നിക്കഴിഞ്ഞാൽ അത് നന്മയാണ്, നമുക്ക് ചീത്തയായി തോന്നിക്കഴിഞ്ഞാൽ ചീത്തയാണ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അത് കേട്ടിട്ട് ഞെട്ടണ്ട. നന്മയും തിന്മയും ഇവിടെ ഇല്ലേ എന്ന് വറീഡ് ആവണ്ട. നമ്മൾ ഇവിടെ ഈ ലോകത്ത് ആക്ച്വലി പറയുന്നത് വലിയ അറിവും കഴിവുള്ള വലിയ അറിവും കഴിവും ഒക്കെ ഉള്ള ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്നത് ഈ മേഖലയിൽ പഠിച്ചിട്ടുള്ളവർ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഈ ലോകത്ത് ശരിക്കും എല്ലാം വസ്തുക്കളെ ഉള്ളൂ, അല്ലെങ്കിൽ കാര്യങ്ങളെ ഉള്ളൂ, എനർജി രൂപത്തിലേ ഉള്ളൂ. അതിനെ ബാഡ് ആക്കുന്നത് നമ്മൾ ബാഡാണ് എന്ന് ചിന്തിക്കുന്നതിലൂടെയാണ്. അത് തെറ്റാണ്. മനുഷ്യന്റെ ആദ്യകാലങ്ങളിലും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ, മനുഷ്യന് മാത്രമാണ് ഈ കഴിവുള്ളൂ. ഒരു സാധനത്തിനെ ബാഡാക്കാനും നന്മയുള്ളതാക്കാനും മനുഷ്യന് മാത്രമേ കഴിവുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യന് മാത്രമാണ് കഴിവുള്ളത്. നിങ്ങൾ ഇവിടെ നല്ലത് ചീത്ത എന്നല്ല, നിങ്ങൾ എന്ത് പ്രവർത്തി ചെയ്താലും അതിന് അനുയോജ്യമായ അതേ സിമിലർ വൈബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. നിങ്ങളൊരു നിങ്ങളൊരു എന്താ പറയുക, മോശം കാര്യം എന്ന് നമ്മൾ പറയുന്നത്, മോശം എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു തെറ്റാണെന്ന് സൊസൈറ്റി പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താലും അതിനനുസരിച്ചിട്ടുള്ളൊരു വളരെ നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ളൊരു അനുഭവം നിങ്ങളിലേക്ക് വരികയും ചെയ്യും. എന്നാൽ നമ്മൾ എല്ലാത്തിനെയും നല്ല രൂപത്തിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ലതാണ്. നമ്മൾ കൊടുക്കുന്ന മീനിങ്ങിനനുസരിച്ച് ലോകത്തെല്ലാം എന്താണ്? ലോകത്തിലെല്ലാം ന്യൂട്രലാണ്. ഈ ലോകം തന്നെ ന്യൂട്രലാണ്. നമ്മൾ എന്തർത്ഥം കൊടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അനുഭവങ്ങളുണ്ടാവും. നമ്മൾ എന്തർത്ഥം കൊടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അനുഭവങ്ങളുണ്ടാവും. ഈവൻ നെഗറ്റീവായ ചിന്തകൾ, നെഗറ്റീവായ കാര്യങ്ങൾ പോലും നമുക്ക് സംഭവിക്കുന്ന സമയത്ത് പോലും നമ്മൾ എന്ത് ചെയ്യണം? അത് നല്ലതിനാണെന്ന് അർത്ഥം കൊടുത്താൽ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ലതേ ഉണ്ടാവും. നെഗറ്റീവാണെന്ന് ഇത്രയും കാലം നമ്മൾ ചിന്തിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ പോലും നല്ലതാണെന്നുള്ള അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് നല്ലതേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അനുഭവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നല്ലത് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലത് കിട്ടും എന്ന് ചുരുക്കം. ഈ ലോകം റിലേറ്റീവ് ആണ്. ലോകം എന്താണ്? ന്യൂട്രൽ ആണ്. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ പറയുന്നത് അതാണ്. ഈ ലോകം ന്യൂട്രൽ ആണ്, റിലേറ്റീവ്. നമ്മൾ എന്തിലേക്കാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നത്? നമ്മുടെ ഓരോ അനുഭവങ്ങളിൽ നെഗറ്റീവിലേക്കാണ് പോസിറ്റീവിലേക്കാണ്. പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറക്റ്റായിട്ട് എന്ത് വെച്ചാൽ അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. സോ വൈ ഇറ്റ് മാറ്റേഴ്സ് ഫോർ മാനിഫെസ്റ്റേഷൻ? മാനിഫെസ്റ്റേഷൻ ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു? സോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡ് സെറ്റ് ഭയങ്കര ക്രൂഷ്യലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ. സോ ലോ ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് വെച്ചാൽ, ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു റീഫ്രെയിം യുവർ കറണ്ട് സിറ്റുവേഷൻ. നമ്മുടെ കറണ്ട് സിറ്റുവേഷന് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ഓഫ് റിലേറ്റിവിറ്റി സഹായിക്കും. അതെങ്ങനെയാണ്? എത്ര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിലും അത് എന്നെ എംപവർ ചെയ്യുന്നു, എന്നെ ഡൗൺ ആക്കുന്നു എന്ന് ചിന്തിച്ചാൽ ഡൗൺ ആക്കി. അല്ല, ഇത് എനിക്ക് നല്ലതിനാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലതിനാണ്. സോ ഐ എം സോ ഫാർ ബിഹൈൻഡ് ഇൻ ലൈഫ് കമ്പയർഡ് ടു അതേഴ്സ്. നിങ്ങൾക്ക് ഭയങ്കര പരാജയം ബുദ്ധിമുട്ടൊക്കെ നേരിട്ടാണ്. നിങ്ങൾ ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ, ഓക്കെ, ഞാൻ ഒരുപാട് പുറകിലാണ് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ, എൻ്റെ കൂടെ പഠിച്ചവരെ വെച്ച് നോക്കുമ്പോൾ, ഓക്കെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ വെച്ച് നോക്കുമ്പോൾ,
എൻ്റെ നാട്ടുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, എൻ്റെ അയൽപ്പക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, എൻ്റെ താഴെയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ, എന്നേക്കാൾ പ്രായം കുറഞ്ഞവരെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫ് ഒരുപാട് പുറകിലാണ് എന്ന തിങ്കിങ് ഉണ്ടായാൽ, ആ തിങ്കിങ് അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് റിയാലിറ്റി എന്നും നിങ്ങൾക്ക് തോന്നി. പക്ഷെ അത് റിയാലിറ്റി അല്ല ആക്ച്വലി. കാരണം അവർ എത്താത്ത പല മേഖലകളിലും നിങ്ങൾ എത്തിയിട്ടുണ്ടാവും, മുന്നിലായിരിക്കും. യു ക്യാൻ ഷിഫ്റ്റ് ടു ഐ ഹാവ് കം ലോങ് വേ ഫ്രം വേർ ഐ സ്റ്റാർട്ടഡ്, ഐ എം സ്റ്റിൽ ഗ്രോയിങ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് വെച്ചാൽ, ഓക്കെ, ഞാൻ ഒരുപാട് ദൂരെ നിന്ന് ഒരുപാട് ദൂരെ ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്ഥലം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടുന്ന് ഒരുപാട് മുന്നോട്ട് പോയിട്ട് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക, കണക്ട് ചെയ്യാതിരിക്കുക. സോ ഈ പെർസെപ്ഷൻ എന്ത് ചെയ്യും? നിങ്ങളുടെ കംപ്ലീറ്റ് ഇമോഷണൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും, വിച്ച് ഇൻ ടേൺ നിങ്ങളുടെ എനർജറ്റിക് വൈബ്രേഷൻ ചേഞ്ച് ചെയ്യും. സോ നമുക്ക് എന്താണോ അട്രാക്ട് ചെയ്യേണ്ടത് അതിലേക്ക് ഈ വൈബ്രേഷൻ എത്തിച്ചേരും. നിങ്ങൾ അവിടെ നെഗറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഒരുപാട് പുറകിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ വരും. ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസ്പെക്റ്റീവ്. അപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവും കൂടി ക്ലിയർ ആവണം. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ കാര്യങ്ങളെ കാണുന്നു, നമ്മൾ എന്ത് അർത്ഥം കൊടുക്കുന്നു, വാട്ട് ഈസ് ദ മീനിങ് യു ഗിവ്. ഓരോ ട്രോമ സംഭവിക്കുന്ന സമയത്തും നമ്മൾ ആ ഇൻസിഡൻറ്റിന്, അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഇൻസിഡൻറ്റിന് എന്ത് ചെയ്യും? ഒരു അർത്ഥം കൊടുക്കും, ഒരു മീനിങ് നൽകും. ആ മീനിങ് പോസിറ്റീവായിരിക്കണം. ട്രോമ സംഭവിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും മീനിങ് നൽകുക, അതിൽ നിന്നൊരു ഡിസിഷൻ എടുക്കും. പലപ്പോഴും ആ മീനിങ്ങും ആ ഡിസിഷനും നെഗറ്റീവായി പോകാറുള്ളത്. അതുകൊണ്ടാണ് അതിന് ട്രോമയായി മാറുന്നത്. ഒരു ഇൻസിഡന്റ് നടന്നു എന്നേ ഉള്ളൂ. ആ ഇൻസിഡന്റ് നടന്നത് ട്രോമയായില്ല. ട്രോമയാക്കുന്നത് ആരാണ് അതിന് ട്രോമയാക്കുന്നത്? ആരാണ് ഈ ട്രോമയാക്കുന്നത്? മനസ്സിലാവുന്നല്ലോ. നമ്മളെ ചിന്തകള്. നമ്മൾ തന്നെയാണ്, നമ്മുടെ പെർസ്പെക്റ്റീവാണ്. ട്രോമയാക്കി കൺവേർട്ട് ചെയ്യുന്നത് നമ്മളാണ്. എത്രയോ ആൾക്കാർക്ക് വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാകും, പക്ഷെ അവരത് ബാധിക്കുന്നില്ല. ട്രോമ എന്ന് പറയുന്നത് എന്താണ്? ബാധിക്കുക എന്നുള്ളതാണ്. ട്രോമ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ ഇമ്പാക്ട്. ട്രോമ എന്ന് പറയുന്നത് ആ ഇവന്റ് അല്ല. ആ ഇവന്റും ട്രോമയും തമ്മിൽ നല്ല സെപ്പറേഷൻ ഉണ്ട്. അതായത് ഇങ്ങനെ പറയാം, ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് നിങ്ങൾ പറയാണ്, അയാൾ നിങ്ങളെ ആക്രമിച്ചു അല്ലെങ്കിൽ വേദനിപ്പിച്ചു എന്ന് കുട്ടി വേദനിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ നിങ്ങളെ ഉപദ്രവിച്ചു. പക്ഷെ ഉപദ്രവിക്കപ്പെട്ടത്, അതായത് എപ്പോഴാണ് ഉപദ്രവിക്കപ്പെടുന്നത്? അത് നിങ്ങളെ ബാധിക്കുമ്പോഴാണ്. നിങ്ങളെ ബാധിക്കുന്ന സമയത്താണ്. ഒരാൾ നിങ്ങളെ വന്നിട്ട് എന്തോ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ പറയാം, നന്നായിട്ട് നിങ്ങളെ പരിഹസിക്കുന്ന രൂപത്തിൽ, കുറ്റപ്പെടുന്ന രൂപത്തിൽ നിങ്ങളെ പറഞ്ഞു, ഓക്കെ. അപ്പോൾ നിങ്ങൾക്കത് വല്ലാണ്ട് ബാധിച്ചു. എന്തുകൊണ്ടാണ്? നിങ്ങൾ അതിനെടുത്ത രീതി എങ്ങനെയാണ്? നിങ്ങൾ അതിനെടുത്ത രീതിയാണ് നിങ്ങൾക്കത് ട്രോമയാകാൻ കാരണം. അപ്പൊ ട്രോമ ആരാ തന്നത്? നമ്മളാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഭ്രാന്തനായ ഒരാൾ, മാനസിക രോഗിയായ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. നിങ്ങൾ അതാണ്, ഇതാണ്, മറ്റതാണ്, മറിച്ചെന്നൊക്കെ ഒരുപാട്. അപ്പൊ പക്ഷെ നിങ്ങൾക്ക് അറിയാം എന്ത്? അയാൾ രോഗിയാണ്, ഓക്കെ, മാനസികയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നിങ്ങളെ അത് ബാധിക്കുമോ? യെസ് ഓർ നോ ഒന്ന് കമന്റ് ചെയ്യും. മടി പിടിച്ചിരിക്കാതെ കമന്റ് ചെയ്യും സാറേ. എന്താണ് സാറേ? ഓക്കെ, നോ, നിങ്ങളെ ബാധിക്കില്ല. അപ്പൊ ആരാ ട്രോമ ശരിക്കും തന്നത്? ആരാ നിങ്ങൾക്ക് ട്രോമ തന്നത്? അപ്പോ അതും കൂടെ കമന്റ് ചെയ്തോ. ഫോൺ അവിടെ വെക്കണ്ട, എഴുതിക്കോ. ആരാ നിങ്ങൾക്ക് ട്രോമ തന്നത്? നമ്മൾ തന്നെയാണ്. നമ്മളാണ് നമ്മളുടെ ആ ഇമ്പാക്ട് ഉണ്ടാക്കിയത്. നമ്മുടെ ചിന്തകളാണ്. നമ്മൾ എങ്ങനെ അതിനെ കണ്ടു. ഇതാണ് ലോ ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്. നമ്മൾ ഈ ലോകത്തെല്ലാം ന്യൂട്രൽ ആണ്.
ദർ ഇസ് നത്തിങ് ബാഡ്, നത്തിങ് ഗുഡ്. ആൾക്കാർ ജീവിച്ചു പോകുന്നു, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ലൈഫ് ഇങ്ങനെയാണ്. ഇതിനെന്തോ സംഭവമാക്കുന്നതും ഇതിനെന്തോ മോശമാക്കുന്നതും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ ഉള്ളിലേക്ക് എടുക്കുന്നതൊക്കെ ആരാണ്? നമ്മളാണ്. ഒരാൾ നിങ്ങളെ ചതിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ ചതിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങളുടെ ഫീലിംഗ് ആണ്. ഒരാൾ നിങ്ങളെ വേദനിച്ചു എന്ന് പറയും. നിങ്ങൾക്ക് അത് രണ്ട് പ്രവൃത്തിയാണ്. വേദനിക്കുന്നതും വേദനിപ്പിക്കുന്നതും രണ്ട് പ്രവൃത്തിയാണ്. ഒരാൾ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. അയാൾ വേദനിപ്പിക്കാൻ ശ്രമിച്ചു. അത് വേദനിപ്പിച്ചു എന്നാക്കിയതാരാ? അയാളല്ലല്ലോ. അയാൾ എപ്പോഴും പറയും ഞാനൊന്നും പറഞ്ഞിട്ടില്ല നല്ല രീതിയില്ല, അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല നല്ല രീതിയില്ല, അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തും ന്യായം ഉണ്ടാവും. ശരിയാണോ? അയാൾ എപ്പോഴും ന്യായീകരിക്കും. ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, ഞാൻ ഇന്ന കാര്യം പറഞ്ഞു തരാൻ വേണ്ടി ചെയ്തതാ, പക്ഷെ നീ അത് വേദനിപ്പിക്കുന്ന രൂപത്തിൽ എടുത്തു. ഓക്കെ, അയാൾ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? വേദനിപ്പിക്കുന്നതും വേദനിക്കുന്നതും രണ്ട് പ്രവൃത്തിയാണ്, രണ്ട് വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തി. അപ്പൊ അതിനെ ഒന്നാക്കരുത്. ഇത് രണ്ട് പ്രവൃത്തിയാണ്, രണ്ട് വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള അയാള് അത് വേദനിപ്പിച്ചു എന്നാക്കിയതും എന്നിട്ട് വേദനിച്ചതും നമ്മൾ ചെയ്ത പ്രവൃത്തിയാണ്. സ്വർണം. അപ്പൊ നിങ്ങൾ പറയും ഓ അല്ല സാറേ, അല്ല 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 എന്നാലും അല്ലെ അയാളല്ലേ തുടങ്ങിയത്? അല്ല, അത് വേറെ പഠിക്കാനുണ്ട്. നമ്മുടെ കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ ഓൾറെഡി കോഴ്സിൽ വന്ന ആൾക്കാർക്ക് അറിയാം ഇന്നലെ അല്ലേ? ആയിഷ റസാഖ്, യെസ്, കോഴ്സിൽ വന്ന ആൾക്കാർക്ക് അറിയാം. ഓക്കെ, അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ വേറൊരു വേർഷനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ, വേദനിപ്പിക്കാൻ ശ്രമിച്ചത് അയാളാണ്, വേദനിപ്പിച്ചു എന്നാക്കിയത് നമ്മളാണ്. എങ്ങനെയാണ് നമ്മളതാക്കുന്നത്? നമ്മളേക്ക് ഒരു അർത്ഥം കൊടുത്തു. അതെങ്ങനെയാണ്? അതായത് നമ്മൾ വേദനിപ്പിക്കപ്പെട്ടു എന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോയി. അതൊക്കെ കാരണം എന്താണ്? നമ്മൾ അതിനെന്ത് മീനിങ് കൊടുത്തു? ഒരു കുട്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു, നീ പോടാ പട്ടീന്നോ അല്ലെങ്കിൽ പന്നീന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടി വിളിച്ചു, നിങ്ങൾക്ക് വേദനിക്കുവോ? 2 വയസ്സുകാർ 3 വയസ്സുകാർ കുട്ടി നിങ്ങൾക്ക് വേദനിക്കുവോ? പറ. അതെന്ത് ചെയ്യാ അവിടെ വേദനിക്കാഞ്ഞത്, ഇവിടെ വേദനിക്കുന്നതും? കാരണം നമുക്ക് വിക്ടിം മെന്റാലിറ്റി, നമുക്ക് പെട്ടെന്ന് നമ്മുടെ പെർസ്പെക്റ്റീവാണ്, നമ്മൾ ഇത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു വിക്ടിം മെന്റാലിറ്റി സ്വഭാവമുണ്ട്. സർവൈവൽ മോഡിൽ നമ്മളെ രക്ഷിക്കാനുള്ള ശ്രമം, നമ്മളുടെ തെറ്റുകൾ നമുക്ക് ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമുണ്ട്, നമ്മുടെ പോരായ്മകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിത പങ്കാളി പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അതായത് നമ്മളുടെ ജീവിത പങ്കാളിയുടെ പ്രത്യേകത എന്താ വെച്ചാല് എല്ലാ പോരായ്മകളും അറിയുന്ന ആളാണ്. മനസ്സിലാവുന്നുണ്ടോ? അറിയുന്ന ആളാണ്. അപ്പൊ നമ്മൾ ഏറ്റവും അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ അവർ പറയുന്നത് ശരിയായിരിക്കും. നമ്മളെ അറിയുന്നവർ പറയുന്നത് ശരിയായിരിക്കും. ഓക്കെ, അറിയുന്നവർ പറയുന്നത് ശരിയായിരിക്കും. പറയുന്നത് ശരിയായതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു മാനക്കേടാണ്. നമുക്ക് അവിടെ പിടിച്ചിരിക്കാൻ വേറെ വഴിയില്ല. നമുക്കവിടെ ഉള്ളതാ പറയുന്നത്, പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ല. തെറ്റ് തന്നെയാണ് പറയുന്നത്, ഉള്ളത് തന്നെയാ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്കവിടെ പിടിച്ചിരിക്കാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. പിന്നെ ആകെയുള്ള വഴി നമ്മളുടെ ഏത് മോഡാ? ഫൈറ്റ് മോഡിലേക്ക് പോവുക. നമ്മൾ തിരിച്ച് നമ്മുടെ സർവൈവൽ, നമ്മുടെ ട്രോമ റെസ്പോൺസ് കോഴ്സ് പഠിച്ചവർക്ക് അറിയാം. കാരണം നമുക്കവിടെ വേറെ ന്യായീകരണം ഇല്ല. നമുക്ക് വേഗം ഇതിന് ഈ അർത്ഥം കൊടുത്തിട്ട് വിക്ടിം മെന്റാലിറ്റിയിലേക്ക് പോയിട്ട് എന്തിയാ തിരിച്ച് ഫൈറ്റ് ചെയ്യുക, തിരിച്ച് അവരെ ബ്ലെയിം ചെയ്യുക. കാരണം ന്യായീകരണം ഇല്ല, അവർക്കെല്ലാം അറിയാം. മാതാപിതാക്കളോട് ചെയ്യുന്നത് അതാണ്, കാരണം അവർക്ക് അറിയുന്നവരാണ്. മനസ്സിലായോ? യെസ്. കാരണം അവരോട് നമുക്ക് വേറെ പറയാനില്ല. നമുക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ പ്ലേറ്റ് മറിക്കണം, നമുക്ക് സർവൈവൽ മോഡിൽ പോകണം, നമ്മൾ മാനം കിട്ടും. അപ്പൊ അതിനെന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ അപ്പോഴേക്കും നമുക്കവിടെ വേറെ ഇതൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം
നമ്മളെ ശരിക്കും നമ്മുടെ മനസ്സാക്ഷിയെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് പച്ചയ്ക്ക് അവരിങ്ങോട്ട് പറയുമ്പോൾ, പല കാര്യങ്ങളും അവർ പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അവർ നമ്മുടെ പോരായ്മകളും അങ്ങനെ. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മളവിടെ അക്സെപ്റ്റൻസ് തീരെ ഇല്ല, നമുക്കവിടെ റിജക്ട് ചെയ്യണം എങ്ങനെയെങ്കിലും, വിക്ടിം മെന്റാലിറ്റിയിൽ. അപ്പൊ ഈ ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു അർത്ഥം കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന അർത്ഥമാണ് അവരെന്നെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടുണ്ടോ, ഇങ്ങനെ പറയാൻ പാടുണ്ടോ, അങ്ങനെ നമുക്കതെന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡിനെക്കാട്ടിലും എൻ്റെ ഉള്ള സത്യം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. ഇനി എനിക്ക് ന്യായീകരിക്കാൻ യാതൊരു ന്യായവും ഇല്ല. അപ്പൊ എനിക്കൊരു മുടന്തൻ ന്യായം കണ്ടെത്തണം. ആ മുടന്തൻ ന്യായം കണ്ടെത്താൻ വേണ്ടിയിട്ട്, മനസ്സിലാവുന്നുണ്ടോ, ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ പെർസ്പെക്റ്റീവാണ് അതിലേക്ക് അങ്ങനെ ആക്കിയത്. അവർ പലപ്പോഴും പറയുന്നത് കറക്റ്റ് കാര്യമായിരിക്കും, നമ്മുടെ ജീവിത പങ്കാളി പലപ്പോഴും പറയുന്നത്. ഈവൻ അവിടെ നമുക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ ശീലിച്ചു പോയിട്ടുണ്ട് നമ്മൾ. അത് മാത്രമല്ല, കോഴ്സിൽ പഠിച്ചവർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, അവരെന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത്. നിങ്ങൾ കോഴ്സിൽ വന്നാൽ തന്നെ നമ്മൾ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഭാര്യ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ പറയുന്നത് എന്നുള്ളതിന് വേറൊരു റീസൺ ഉണ്ട്. അതിന്റെ കാരണക്കാരും നമ്മൾ തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞു കഴിഞ്ഞ് നമുക്കത് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു, ട്രോമയാക്കി കൺവേർട്ട് ചെയ്ത് നമ്മളാന്ന് പറഞ്ഞു. ട്രോമയ്ക്ക് കാരണം നമ്മളാണ്, നമ്മളെ ബാധിക്കാൻ കാരണം നമ്മളാന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ പറയാൻ പോലും കാരണം അതും നമ്മളാണ്. നിങ്ങൾ കോഴ്സിലേക്ക് വരി, നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിപ്പിച്ചു തരാം. ഓക്കെ, ഓൾറൈറ്റ്. നിങ്ങൾ അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് വന്നോളൂ. അതിൽ നമ്മൾ വ്യക്തമായിട്ട് അതിന്റെ ഡെപ്തിൽ എന്താ പറയുക, ഡീകോഡ് ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വെച്ചാൽ എക്സാക്ട്ലി വാട്ട് ഇസ് ഹാപ്പനിങ്, ഹൗ കൻ ഐ ചേഞ്ച് മൈ ലൈഫ്. ഇനി നമുക്ക് ഒരു കാര്യം കേട്ടെടുക്കാം. നിങ്ങൾ അറിയാത്ത ഒരാൾ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇന്നവരെ അറിയില്ല, അതിനെന്തിനാണ് നിങ്ങൾ വേദനിക്കപ്പെടുന്നത്? അവിടെ നിങ്ങളുടെ ന്യായീകരണം ഇത് തന്നെയാണ്. കാരണം അവിടെ നിങ്ങൾ വേദനിപ്പിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അറിയാത്ത ഒരാളാണ്. അറിയാത്ത ഒരാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പൊതുവേ ബാധിക്കാറില്ല, പക്ഷെ ചില ആൾക്കാർക്ക് നല്ലോണം ബാധിക്കും. എന്താ കാരണം, അവർ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഈ വിക്ടിം മെന്റാലിറ്റി. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ട്രിഗർ ആവാം. കാരണം അവരുടെ പെർസ്പെക്റ്റീവ് ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവർക്കിനി ഇങ്ങനെ ഈ അറിയാത്തവരെന്തെങ്കിലും പറഞ്ഞാലൊക്കെ വേദനിക്കുന്ന ആൾക്കാർക്ക് ആരെന്ത് പറഞ്ഞാലും വേദനിക്കും. ചിലപ്പോൾ കുട്ടികളോട് വരെ ദേഷ്യം പിടിക്കും. കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരോടും ദേഷ്യം. അപ്പം മൊത്തത്തിലൊരു നെഗറ്റീവ് എനർജി ക്യാരി ചെയ്യുന്നവരായിരിക്കും ഇവര്. അതിന്റെ റീസൺ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്ന തിരിച്ചറിവിലാണ് വലിയ ചേഞ്ച് ഉണ്ടാവുക. അല്ലാതെ അവൻ എന്നെ ഉപദ്രവിച്ചു, ഇവൻ എന്നെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് അവന് ശിക്ഷ കൊടുക്കണം അങ്ങനെ പറഞ്ഞ്, അത് വേറെ ഒരു തിങ്കിങ് ആണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മൾ ഒരുപാട് സ്പിരിച്വലി വളരുമൊന്നുമില്ല. നമ്മുടെ ലൈഫ് പോസിറ്റീവ് ആകൂല. അവന് ശിക്ഷ കിട്ടുമായിരിക്കും. അത് നീതിയുടെയും ന്യായത്തിന്റെയും ഒരു വശമാണ്. അത് വേറൊരു കാഴ്ചപ്പാട് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ചെയ്തോട്ടെ, അത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ ലൈഫ് നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കാം എന്നൊരു ചോദ്യത്തിന്, മനസ്സിലാവുന്നുണ്ടോ, നമ്മുടെ ലൈഫ് എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാം എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് നമ്മൾ നടക്കുന്നത്. നമ്മൾ ഒരിക്കലും നീതിയുടെയും അല്ലെങ്കിൽ കോടതിയുടെയും അല്ലെങ്കിൽ അവന് ശിക്ഷ കൊടുക്കേണ്ട തെറ്റിയത് അത് വേറെ വിഷയമാണ്. ഓക്കെ, അടുത്തത് ഗഫൂർ പറയുന്നു, വേദനിപ്പിക്കാൻ ശക്തി അതിൽ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് വേദന എടുക്കുന്നത്? അല്ല, വേദനിക്കാൻ അതിൽ ശക്തി ഉള്ളത് കൊണ്ടല്ല നമുക്ക് വേദന എടുക്കുന്നത്. നമ്മൾക്ക് അതൊക്കെ വേദനിക്കുന്നത് നമുക്ക് അതിനെ ഇഗ്നോർ ചെയ്യാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളിൽ ശക്തി ഇല്ലാത്തത് കൊണ്ട്. കാരണം നമ്മൾ ആ ശക്തി ഇല്ലാത്തതിന്റെ കാരണം നമ്മൾ പലതവണ ഇത് പ്രാക്ടീസ് ചെയ്ത് ആ ശക്തി കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും അപ്പോഴേക്കും അതിന് അർത്ഥം കൊടുക്കും, നെഗറ്റീവ് അർത്ഥം കൊടുക്കും, നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. എത്രയോ ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെറിയ കാര്യത്തിന് വരെ പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. എത്ര സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല. അത് പേഴ്സണലി എടുക്കാത്തവരുണ്ട്. ബിക്കോസ് അവർ അതിൽ കഴിവ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ മസിൽ, ആക്ച്വലി ഇമോഷണൽ മസിൽ എന്ന് പറയാം. നമ്മൾ ഡെവലപ്പ് ഇമോഷണൽ സ്കിൽസ്. ആ സ്കിൽസിൽ ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് ഇമോഷണൽ ഇന്റലിജൻസ്.
അതിൽ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് ചില കാര്യങ്ങളെ പേഴ്സണൽ ആയിട്ട് എടുക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ഉടനെ ഇമോഷണലി അതെടുത്തിട്ട് അത് എന്നെ കുറിച്ചാണ് എന്ന് ചിന്തിക്കുക. ഒരാശയം പറയുമ്പോഴേക്കും അത് എന്നെ കുറിച്ചാണ് എന്ന് ചിന്തിക്കുക. അത് നിങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞത് എന്ന് ചിന്തിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇനിയിപ്പം നിങ്ങളെ കുറിച്ചാണെങ്കിൽ തന്നെ ഓക്കെ, എന്നെ കുറിച്ചാണ്, എന്നാൽ അത് നല്ലതിനാണ് എന്ന് ചിന്തിക്കാതെ അതിന് പകരം എന്നെ വിഷമിപ്പിക്കാൻ മാത്രമാണ് എന്ന് ചിന്തിക്കുക. അല്ലാതെ അതിൽ വേദനിപ്പിക്കാൻ ഒന്നും ഉണ്ടായിട്ടല്ല. എല്ലാത്തിലും നല്ലതേ ഉള്ളൂ. ഇവിടെ നല്ലതും ചീത്തയൊന്നുമില്ല, കുറെ സംഗതികളേ ഉള്ളൂ. അതിനെ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും നമ്മുടെ കാഴ്ചപ്പാടാണ്. യെസ് ഓർ നോ? എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ വളരുക. ഞാൻ ഈ പറഞ്ഞത് അന്ധമായി വിശ്വസിക്കാൻ തയ്യാറായിക്കോളൂ, അന്ധമായിട്ട് ഫോളോ ചെയ്തോളൂ. അതിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട. കാരണം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യം, ഇത് ഞാൻ പറയുന്നതല്ല, എന്റെ ബുദ്ധിയിൽ നിന്നുണ്ടായതുമല്ല, മഹാന്മാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്, യു ഗോട്ട് ഇറ്റ്? ശാരീരിക വേദനകളെയും കൂടി അങ്ങനെ കാണാമോ? അങ്ങനെ കാണാം സുബൈർ. എല്ലാത്തിനെയും അങ്ങനെ കാണാം. ലൈഫ് മൊത്തം നമുക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയില്ല. ഇത് നമ്മൾ കൊടുക്കുന്ന പെർസ്പെക്റ്റീവാ. ഈ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസും നമ്മൾ കൊടുക്കുന്ന പെർസ്പെക്റ്റീവ്, മനോഭാവം എന്ന് പറയും. അതുകൊണ്ടല്ലേ മഹാത്മാഗാന്ധിക്ക് ഒരു ലക്ഷറി ഇല്ലാതെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സമ്പത്തൊന്നും വേണ്ട, അത് റിലേറ്റീവ് ആണ്, സബ്ജക്റ്റീവ് ആണ്. അപ്പോൾ അതൊരാളുടെ എന്താ പറയുക, അയാളെ കൊടുക്കുന്ന മീനിങ്ങിനനുസരിച്ചാണ്. ഇവിടെ നല്ലതൊന്നും ചീത്തയൊന്നുമില്ല, അതറിയോ? ഇവിടെ ലക്ഷറി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, അതറിയോ? ലക്ഷറി എന്ന് പറയുന്നൊരു സാധനമില്ല. ഭയങ്കര 5 സ്റ്റാർ ഹോട്ടൽ, 4 സ്റ്റാർ ഹോട്ടൽ, ഇതൊക്കെ എന്ന് വെച്ചാൽ ആക്ച്വലി കുറെ വസ്തുക്കളേ ഉള്ളൂ. അതിനൊക്കെ വലിയ ലക്ഷറി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഭയങ്കര സുഖമുള്ള ഒരു സാധനമാണെന്നുള്ളൊരു മീനിങ് കൊടുത്തോണ്ട്. ചില ആൾക്കാർക്ക് നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? AC ഇട്ടാലേ കിടന്ന് ഉറക്കം വരുള്ളൂ. ചില ആൾക്കാർക്ക് AC ഇട്ടാൽ ഉറക്കം തന്നെ വരില്ല. നല്ല തണുത്തിട്ട് വയ്യ, അതൊന്ന് ഓഫാക്കുമെന്ന് ചോദിക്കും. യെസ് പറഞ്ഞോ? ഒരാൾക്ക് ലക്ഷറിയാണ്. ഒരു പാവപ്പെട്ട സാധാരണക്കാരനെ പിടിച്ചിട്ട് അവൻ ഇന്നേ വരെ 5 സ്റ്റാർ ഹോട്ടൽ കൊണ്ടുപോയിട്ടില്ല. അവനോട് പറയുന്നത് നീ 5 ദിവസം 5 സ്റ്റാർ ഹോട്ടൽ താമസിക്കണം എന്ന് പറഞ്ഞാൽ അവന് അസ്വസ്ഥതയാണ്. അത് അവനൊരു പുതിയ സ്ഥലമാണ്, അത്രയും നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള. എന്നാൽ അതേ സമയത്ത് വേറൊരാൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ മിഡിൽ ക്ലാസ്സിലുള്ള ഒരാളെ പിടിച്ചിട്ട് ലക്ഷറിയസ് ഫാമിലിയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഇതൊരു പ്രശ്നമല്ല. അയാൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. എന്നാൽ ഓൾറെഡി ഭയങ്കര റിച്ച് ആയിട്ട് ലക്ഷറിയസ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അയാൾക്കതൊന്നും ആയിരിക്കും. അയാൾ ചിലപ്പോൾ പറയും ഇറ്റ്സ് ഓക്കെ, അത് നോർമൽ കാര്യം. ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന പെർസ്പെക്റ്റീവാണ്, അല്ലാതെ ആ വസ്തുവിന്റെ പ്രത്യേകത അല്ല എന്നാ പറയുന്നത്. ആക്ച്വലി ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾ വല്ലാണ്ട് ചിന്തിച്ചു പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ പറയണോ? ഈ ലോകത്ത് ആക്ച്വലി ഒന്നും റിയൽ ആയിട്ട് ഇല്ലതില്ല, മനുഷ്യന്മാർ പറഞ്ഞുണ്ടാക്കുന്ന റിയാലിറ്റിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു റിയാലിറ്റി എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ് സംസാരിച്ചാക്കുന്നതാണ് ആ റിയാലിറ്റി. അപ്പൊ നിങ്ങളുടെ തിങ്കിങ്, അല്ലെ നിങ്ങൾ എങ്ങനെ ഒരാളത് പറഞ്ഞ് മനസ്സിലാക്കും. ഒരു കഥ പറഞ്ഞിട്ട് അയാൾ ഒരു കഥ ഉണ്ടാക്കും. ആ കഥ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഇത് അല്ലേ, സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനുകൊണ്ട് ഉപകാരം? നിങ്ങൾ പറ. സ്വർണം കൊണ്ട് എന്ത് ഉപകാരം? വെള്ളിയും സ്വർണം തമ്മിൽ എന്ത് വ്യത്യാസം? കളറിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് ഗുണമാണ് അതിനുള്ളത്? ഒരുപാട് സ്വർണം ധരിച്ച ആൾക്കാർ കാണാൻ ഒരുമാതിരി നല്ല ഭംഗിയുള്ള ലുക്ക തോന്നല്. ഒരുപാട് സ്വർണം ധരിച്ച ആൾക്കാർ ഭയങ്കര ഭംഗിയായിട്ടാണോ തോന്നുന്നത്, ഭംഗിക്കേടായിട്ടാണോ തോന്നുന്നത്? അതൊരാളുടെ പെർസ്പെക്റ്റീവ് ആണ്, അല്ലെ? സ്വർണം എന്നുള്ളത് നോക്കൂ, സ്വർണം കളർ പോവില്ല, തിളങ്ങും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അതാ കളർ പോയില്ല, തിളങ്ങിയില്ല, തിളങ്ങി, നിങ്ങൾക്ക് എന്ത് ഗുണം? വില കൂടുതൽ. നിങ്ങൾ ഉണ്ടാക്കിയ കഥയല്ലേ ഇത് വില കൂടുതലാന്നുള്ളത്? മനുഷ്യണ്ടാക്കിയ കഥയല്ലേ?
ഇതിന് വില കൂടണം. ഒരാൾ പറഞ്ഞുണ്ടാക്കി സംഭവമാക്കിയതല്ലേ? അല്ലേ? ആരോ പറഞ്ഞു തുടങ്ങിയതല്ലേ? ഭയങ്കര വില കൂടുതലുള്ള സാധനമാണ്. യെസ്. അതിന് മുകളിൽ ഒരു സാധനം ഉണ്ടാക്കി, ഡയമണ്ട്. ഈ ലോകത്തുള്ള ഏത് പ്രോഡക്റ്റും, ആര് വിൽക്കുന്ന ഏത് പ്രോഡക്റ്റും ഇതേപോലെ ഒരു സംഭവമാക്കി പറഞ്ഞ് കഥ പറഞ്ഞുണ്ടാക്കിയതാണ് ഇതെല്ലാം. ഈ ലോകത്ത് എല്ലാം കഥകളാണ്. എല്ലാം കഥകളാണ്. മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ് കഥകൾ പറഞ്ഞ് അതിലേക്ക് മീനിങ് കൊടുക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് മനുഷ്യനേ ഉള്ളൂ. ആ കഥകൾ പറഞ്ഞ് പേരിപ്പിക്കാനും, അവിടെ ഒരു പുലിയുണ്ട് എന്ന് പറയാൻ, അവിടേക്ക് പോകരുത്, അത് അപകടമാണെന്ന് പറയാൻ വേറെ ഒരു മൃഗങ്ങൾക്കും വേറെ ഒരു സൃഷ്ടിപ്പിനും കഴിഞ്ഞിട്ടില്ല. മനുഷ്യന് മാത്രം കഴിഞ്ഞ കാര്യം. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യന് മാത്രം ഉള്ള കഴിവാണ്. വാല്യൂ ഉണ്ട് നമുക്ക് തോന്നും, വാല്യൂ ഉണ്ട് നമുക്ക് തോന്നും, ഗോൾഡ് നമ്മുടെ അടുത്തുണ്ടായില്ല. അത് ആരോ പറഞ്ഞ കഥ കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. അതാണ് പെർസ്പെക്റ്റീവ്. അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ആണ്. അങ്ങനെ നമുക്ക് വാല്യൂ ഉണ്ട്, നമുക്ക് വാല്യൂ ഉണ്ട്, ഭയങ്കര വാല്യൂ ഉള്ളതാന്ന് പറഞ്ഞ് അങ്ങനെ കഥയുടെ പുറത്താണ്. അപ്പൊ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് എ റിയാലിറ്റി. എനിക്ക് ഏറ്റവും വലിയ കോമഡിയായി തോന്നിയത് ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയതാണ്. അവർക്ക് അങ്ങനെ ഒരു ബിലീവ് കൊടുക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ലോകത്തുള്ളത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ, അപ്പോൾ എല്ലാം മായയാണോ? എല്ലാം മായയാണെന്ന് പറയാറുണ്ട്. മായ എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. ദർ ഇസ് നത്തിങ് ഗുഡ്, ദർ ഇസ് നത്തിങ് ബാഡ്, ദർ ഇസ് എവറിത്തിങ്. ഇവിടെ എല്ലാം ഉണ്ടെന്നേ ഉള്ളൂ. അത് ഇന്നതാ, ഇത് നല്ലതാ, ചീത്തയാ, അത് ഇതിലേറെ മികച്ചതാ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന മീനിങ് ആണ്. ഈ മീനിങ് നമ്മൾ കൊടുക്കാൻ കാരണം വേറെ ആൾക്കാർ കൊടുത്തത് കൊണ്ട് തോന്നുന്നതാണ്. അപ്പൊ വേറെ എല്ലാവരും കൊടുത്തതുപോലെ ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ എല്ലാ മോശമാണ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മോശമായിട്ട് കാണുകയും അതിലൂടെ നമുക്കൊരു ബാഡ് എനർജി ക്യാരി ചെയ്യുകയും ചെയ്യും. ഇതതിന്റെ പ്രശ്നം. മനസ്സിലായോ? അവർ മോശമാണ്, പോരാ എന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമ്മുടെ ലൈഫിലേക്ക് അത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് വെച്ചിട്ട് നമ്മൾ വല്ലാണ്ടെങ്കിൽ വിഷമിക്കും. നമ്മൾ ഒരു മീനിങ് കൊടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മൾക്ക് കളിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കാണണം. നമ്മളിങ്ങനെ മാറി നിന്ന് നോക്കണം, നിരീക്ഷകനാവണം. ഈ ലോകത്ത് എന്തില്ല? നല്ലതില്ല, മോശമില്ല, എല്ലാം സംഭവങ്ങളേ ഉള്ളൂ. എല്ലാത്തിനെയും അതായി കാണുക. ഇതെന്താണ്? ഇത് കപ്പാണ്. ഇതൊരു നല്ല കപ്പാക്കണ്ട, ഇതിനൊരു മോശം കപ്പും ആക്കണ്ട. ഇത് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കപ്പ് മാത്രമാണ്. അത്രേ ഉള്ളൂ. സ്വർണം ഇട്ടാൽ ഭംഗി കൂടും എന്ന തോട്ട് ഉണ്ടായിരുന്നു. സ്വർണത്തെ വെല്ലുന്ന മോഡൽ ഓർണമെന്റ്സും ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഗോൾഡ് ഓർണമെന്റ്സ് ഒന്നും വലിയ താല്പര്യമില്ല. കാരണം അതും ഒരു സ്വർണം കച്ചവടം ചെയ്യാത്ത വേറൊരുത്തൻ കൊണ്ടുവന്ന തോട്ടാണ്. സ്വർണം കച്ചവടം ചെയ്യുന്നിടത്ത് സ്വർണം വല്ലാണ്ട് ഡോമിനേറ്റ് ചെയ്തപ്പോൾ വേറൊരുത്തൻ എന്ത് ചെയ്തു? അതല്ലാത്തത് വിൽക്കുന്നവന് ജീവിക്കണം. അപ്പൊ അവൻ എന്ത് ചെയ്തു? അതിൽ നല്ല ഡിസൈൻസ് കൊണ്ടുവന്നിട്ട് ഇത് അടിപൊളിയാണ് എന്നുള്ള കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ അവന്റെ കച്ചവടം തുടങ്ങി. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് ഓൾ ഇല്യൂഷൻ. ആ ഇല്യൂഷനിൽ പെട്ടിട്ട് ദുഃഖ ജീവിതം നയിക്കരുത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? എല്ലാം വസ്തുക്കളാണ്. എല്ലാത്തിനെയും അങ്ങനെ കാണുക. അവൾ എന്നോട് എന്തോ പറഞ്ഞു. അല്ല, അവൾ ഒരു കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. അവൾ എന്നെ കുറ്റപ്പെടുത്തി എന്ന് പറയരുത്. അവൻ എന്നെ പരിഹസിച്ചു എന്ന് പറയരുത്. അവൻ ഒരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ അവൻ പരിഹസിച്ചു, ഒരു കാര്യം ചെയ്തു. എന്തിനാ? നമ്മുടെ ഇൻസെക്യൂരിറ്റി ആണ് അത് അങ്ങനെയാക്കി മാറ്റുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഇസ് ഇറ്റ് യൂസ്ഫുൾ? ഉപകാരപ്പെടുന്നുണ്ടോ? നല്ലതാണോ? എങ്ങനെയുണ്ട്? തിങ്കിങ് മാറുന്നുണ്ടോ? സോ ലൈഫ് ഈസ് ലൈക്ക് ദിസ്. നമ്മൾ അതിനെ നിന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവും. എല്ലാത്തിലും ഒരു ഇമോഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഹൈ ഇമോഷൻ, ഭയങ്കര സന്തോഷം, ഓവർ സന്തോഷം, ഇങ്ങനെ സന്തോഷം പോകും, അങ്ങനെ ഉണ്ടാവില്ല. താഴേക്ക് പോകുന്ന ദുഃഖം ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, പീസ്ഫുൾ.
നിങ്ങളെ ആർക്കും വേദനിപ്പിക്കാൻ കഴിയും. അതാണ് ആരുടെ കാര്യങ്ങള് വലിയ സ്പിരിച്വൽ ലീഡേഴ്സിന്റെ തിങ്കിങ്. അതാണ് ആത്മീയ ഗുരുക്കന്മാരുടെ തിങ്കിങ്. അതാണ് നമ്മൾ വെറുതെ നമ്മൾ ഇമോഷണലി ഒന്നിലേക്കും ഇടണ്ട. ആരെങ്കിലും പറഞ്ഞ കഥയുടെ പുറത്ത് മനസ്സിലാകുന്നുണ്ടോ? ലോകം അറിയപ്പെടേണ്ട മഹത്വ വ്യക്തിയാണ് ഷാഫി സാർ. ഇല്ല, അങ്ങനെയില്ല. ഇത് ഷാഫി അത്ര ഉള്ളൂ. അതും ഇല്ല. നമ്മൾ അങ്ങനെ വലിയ മീനിങ് കൊടുക്കണ്ട. മനസ്സിലാകണ്ട. നമുക്കറിയില്ല. നമ്മൾ അങ്ങനെ ഒന്നും കൊടുക്കണ്ട. അപ്പൊ അപ്പോഴാണ് നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആവും. അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആവും. ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ദുഃഖമായിരിക്കും. എന്തിനാ നിങ്ങള് അതിന്റെ ആവശ്യമില്ലല്ലോ. മനസ്സിലായണ്ട? ക്ലിയർ ആണോ പറഞ്ഞേ? ഒന്നും നമ്മൾ ലൈഫ് നമ്മൾ എന്തെങ്കിലും അതൊരു വ്യക്തി അത്രേ ഉള്ളൂ. ഒരു വ്യക്തി വന്ന് പോയി, നല്ലതോ അതിനപ്പുറത്തേക്ക് എടുക്കാതിരിക്കുക. ലൈഫിൽ എല്ലാത്തിനും അങ്ങനെ കാണും കേട്ടോ. ലൈഫിൽ ഓരോ ഇവന്റ്സുകൾ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആവാതിരിക്കുള്ളൂ. ഇമോഷണലി അറ്റാച്ച്ഡ് ആയാൽ നമ്മളെല്ലാത്തിനും ആ എന്ത് ഇമോഷനാണോ അറ്റാച്ച് ചെയ്യുന്നത്, ശീലിക്കുന്നത്, അത് നമ്മുടെ വേ ഓഫ് ലൈഫായി മാറും. നമ്മൾ കൂടുതൽ സങ്കടകരവും ദുഃഖകരവുമായ അറ്റാച്ച്മെന്റുകൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇമോഷണലി അറ്റാച്ച് ചെയ്യുമ്പോൾ ദുഃഖം വന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇമോഷണലി ഡിറ്റാച്ച് ചെയ്യുക. Just see things as they are. Just see things as they are. എങ്ങനെയാണോ കാര്യങ്ങൾ അങ്ങനെ കാണുക. അതിനെ എന്തോ ആക്കി മാറ്റണ്ട. അതിനെ മോശമാക്കി മാറ്റണ്ട. അതിനെ ഭയങ്കര നല്ലതാക്കി മാറ്റണ്ട. അപ്പൊ നിങ്ങൾക്ക് തോന്നും നല്ലതാക്കാലോ. ഇന്ന് നിങ്ങൾ നല്ലതാക്കിയാൽ അതെങ്ങാനും അതിലെന്തെങ്കിലും ഒരു സാധനം വന്നാൽ നാളെ നിങ്ങൾ അതിനെ മോശമാക്കും. ഓർണം. നിങ്ങൾ എന്നോട് ഇമോഷണലി ഭയങ്കരമായിട്ട് നല്ലത് ആരാണ് അവിടെ കച്ചവടം നടത്തുന്നത്? ദയവ് ചെയ്ത് മ്യൂട്ട് ചെയ്യും കേട്ടോ. പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. ഞാൻ സംസാരിക്കും. രാജേഷ് സാർ അൺമ്യൂട്ട് ചെയ്യരുത് കേട്ടോ. ഇല്ല ഇല്ലാന്ന് പറഞ്ഞിട്ട് വീണ്ടും മ്യൂട്ട് ചെയ്യൂ. അടിപൊളി. ഓക്കെ. സംഭവം. അപ്പൊ നമ്മളെന്ന് വെച്ചാല് ഇപ്പൊ ഷാഫി എന്ന് പറയുന്ന ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ എന്നെയായിട്ട് നല്ലൊരു ഇമേജ് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഞാൻ എന്നിട്ടിങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ മീനിങ്ങിൽ കറക്റ്റ് അല്ലാന്ന് തോന്നുന്ന, എന്നാൽ എന്റെ മീനിങ്ങിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു. ഫോർ എക്സാമ്പിൾ പറയാം, ഞാനിപ്പോ മുടി നീട്ടി വളർത്തി, മുടിയിൽ എന്താ പറയുക എന്തൊക്കെയോ ചേഞ്ചസ് വരുത്തി. ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ ദുഃഖമുണ്ട് ചിലർക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോ എനിക്കിത് ഓക്കെയാണ്. അപ്പൊ നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം ആരാ? ഞാനാണോ? അല്ല. ആരാ? അപ്പൊ ഒന്നിലേക്കും ഭയങ്കരമായിട്ട് നല്ലൊരു ഇമേജ് കൊണ്ടുവന്നത്. എന്നിട്ട് അയാൾ ഇങ്ങനെ ചെയ്തല്ലോ. അയാളുടെ പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. അയാൾ അങ്ങനെ പറയുമ്പോൾ അപ്പൊ അയാളുടെ ശരിയിലാണുള്ളത്. അയാളുടെ ശരിയിൽ നിന്നുകൊണ്ടാണ് അത് പറഞ്ഞത് അല്ലെങ്കിൽ ചെയ്തത്. നമ്മൾ അതിനെടുത്തിട്ട് വല്ലാണ്ട് നെഗറ്റീവ് എനർജി ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന അതിലേക്ക് കൊണ്ടുപോയി. അപ്പൊ നല്ലതും കൊടുക്കേണ്ട, ചിത്തയും കൊടുക്കേണ്ട. അപ്പൊ ദുഃഖം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ക്ലിയർ ആണോ? അതല്ലാത്ത നല്ലത് കൊടുക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷമല്ല. അത് സന്തോഷമാണ്. നമുക്ക് വേണ്ടത് ആനന്ദമാണ്. സന്തോഷം ആനന്ദം തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമല്ല വേണ്ടത്, നിങ്ങൾക്ക് ആനന്ദമാണ്. ആനന്ദവും സന്തോഷവും തമ്മിൽ എന്ത് വ്യത്യാസം? ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ബ്ലിസ് എന്നൊക്കെ പറയും. ബ്ലിസിന്റെ ഒരു മലയാളം വേർഡ് എന്താ പറയുക? ജോയ് എന്നാണ് വേർഡ്. ഷഹീർ ചോദിക്കും, ഷാഫി സാറിന് നെഗറ്റീവ് എനർജി വരാറില്ലേ? വരാറുണ്ടാവുമായിരിക്കും, വരുമായിരിക്കും, വരില്ലായിരിക്കാം. നമ്മൾ എന്തിനാ അത് അറിയണത്? നമുക്ക് നമ്മുടെ എനർജി നോക്കിയാൽ പോരെ. നമ്മുടെ പ്രശ്നം എന്താ? നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് അറിയണം. ഡിറ്റാച്ച് ചെയ്യൂ എല്ലാത്തിൽ നിന്നും. അറിയേണ്ട ആവശ്യമില്ല. ഫ്രീ ആകൂ. സാർ, അപ്പോ നമ്മള് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ സെൽഫിലാണോ അറ്റാച്ച് ചെയ്യേണ്ടത്?
നിങ്ങൾക്ക് എന്തിനാ അറ്റാച്ച് ചെയ്യണത് എവിടെയെങ്കിലും? അല്ല നമ്മളിപ്പോ നമുക്ക് സെൽഫ് ലവ് കൂട്ടിക്കൊണ്ട് നമുക്ക് നമ്മളിലല്ലേ കൂടുതൽ ഒരു കോൺഫിഡൻസോടെ പെരുമാറാൻ പറ്റും. നമുക്ക് നമ്മളെ കാര്യത്തിലുള്ള നിങ്ങൾ ഉറപ്പ് നിങ്ങൾ എന്താ വെച്ചാൽ മറ്റുള്ളവരെ എവിടെയും അറ്റാച്ച് ചെയ്യണ്ട കേട്ടോ. നിങ്ങളിലും അറ്റാച്ച്ഡ് ആവണ്ട. നിങ്ങൾ എവിടെയും അറ്റാച്ച് ചെയ്യേണ്ട, നിങ്ങളിലും അറ്റാച്ച്മെന്റേ വേണ്ട. അറ്റാച്ച്മെന്റ് പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ അറ്റാച്ച്മെന്റ് വേണ്ടെന്നാ പറയുന്നത്. ഞാൻ സെൽഫിനെ ലവ് ചെയ്തോളൂ, അത് അറ്റാച്ച്മെന്റ് അല്ല. ലവ് ഇസ് നോട്ട് അറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് ഈസ് അറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് പ്രശ്നമാണ്. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അതാവണം എന്നൊക്കെ ചിന്തിക്കുന്നതാണ് അറ്റാച്ച്മെന്റ്. ലവ് എന്ന് പറഞ്ഞാൽ ലവ്. ലവ് എന്ന് പറഞ്ഞാൽ ലവ്. ലവിന് സ്നേഹമുള്ളൂ. നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ സ്നേഹം, നിങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്നേഹം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊജക്ട് പരാജയപ്പെട്ടു എന്നാലും നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം. ലവ് ഈസ് ലവ്. അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ജീവിതം ലക്ഷ്യം എന്താണ്? അബ്ദുൽ ഹമീദ്. അപ്പൊ അടുത്ത ചോദ്യമാണ്, അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ജീവിതത്തിന്റെ രസം? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ജീവിതത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമുണ്ടോ? നിങ്ങൾ പറ. ഇന്ന് ശരിക്കും കിളി പോറും. ഇതുവരെ ചിന്തിച്ചതൊന്നുമല്ല. ജീവിതത്തിന് എന്ത് ലക്ഷ്യം? ജസ്റ്റ് നിങ്ങൾ ജനിച്ചിട്ടുണ്ട്, നിങ്ങൾ മരിക്കുന്നവരെ നിങ്ങൾ ജീവിക്കും. അല്ലാതെ ഇവിടെ ആരാ നിങ്ങളോട് പറയും? ഇതൊരു കഥയല്ലേ. നേരത്തെ പറഞ്ഞ മാതിരി ജീവിതത്തിന്റെ ലക്ഷ്യമാണെന്നുള്ളത് ഗോൾ സെറ്റിംഗ് കോഴ്സ് ഉണ്ടാക്കി വിൽക്കുന്നവന്റെ കഥയല്ലേ, അവന്റെ കച്ചവടത്തിന് ഉണ്ടാക്കിയ സാധനമല്ലേ നിങ്ങൾക്കൊരു ലക്ഷ്യം വേണമെന്നുള്ളത്. അപ്പൊ ഇത്രയും കാലം പറഞ്ഞത് മൊത്തം അല്ലേ, ചിന്തിച്ചത് മൊത്തം ഇവിടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നുമില്ല. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ജനിച്ചു, മരിക്കുന്നത് വരെ ജീവിക്കും. ഈ ജീവിക്കുന്നതിനിടയിൽ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല ചിന്തകൾ കൊണ്ട് നടക്കുക. അതിന് ലക്ഷ്യമൊന്നുമില്ല, നിങ്ങൾ നല്ല ചിന്തകൾ കൊണ്ട് നടന്നാൽ മതി. അത് തന്നെ ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കും. എക്സിസ്റ്റ് വിത്ത് പോസിറ്റീവ് എനർജി, അത് മതി. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നന്മ ചെയ്യും. അതൊരു ലക്ഷ്യമായിട്ട് എന്തിനാ എടുക്കുന്നത്? അത് അങ്ങനെ ചെയ്യണം നിർബന്ധമാണ്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ്. നിങ്ങൾ നല്ല മനുഷ്യരായി ജീവിച്ചോളൂ. ലക്ഷ്യമില്ലാതിരുന്നാൽ നല്ല മനുഷ്യരാവാതിരിക്കുവോ? ഇതാരാ നിങ്ങളെ പഠിപ്പിച്ചേ? ലക്ഷ്യമില്ലാതിരുന്നാൽ അവൻ മോശക്കാരനായി പോകും എന്നാരാ പഠിപ്പിച്ചത്? അപ്പൊ അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനും ഡിറ്റാച്ച്ഡ് ആവും കേട്ടോ. ഞാനിവിടെ കുറേ കാര്യങ്ങൾ അഡ്വാൻസ് പ്രോഗ്രാമിൽ പറയുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ നമ്മൾ എന്ത് ചെയ്യുക? ലൈഫിനെ സിമ്പിൾ ആയിട്ട് കാണാം. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നന്മ ചെയ്യുന്ന ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? ലക്ഷ്യമൊക്കെ ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ നിന്ന് വരും. അല്ലാതെ നമ്മളായിട്ട് ലക്ഷ്യം സെറ്റ് ചെയ്യലല്ല. ലക്ഷ്യം സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട്. അത് ആ ലെവലിലേക്ക് മാറുമ്പോഴാണ് അങ്ങനെ അങ്ങോട്ട് നമ്മൾ ഈ ഒരു ഇതൊക്കെ വിട്ട്, നമ്മൾ ഈ കൺസേൺസ് ഒക്കെ വിട്ട്, ഓക്കെ ഞാൻ സേഫ് ആണ്, ഞാൻ അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട, ഞാൻ വളരെ എന്താണോ നല്ല രീതിയിൽ ഇങ്ങനെ പോട്ടെ, കാര്യങ്ങൾ ഇങ്ങനെ പോകട്ടെ, നല്ല പോസിറ്റീവ് ചിന്തകൾ കൊടുത്ത് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇൻഡ്യൂഷൻ വരാൻ തുടങ്ങും. അപ്പോഴാണ് ശരിക്കും നിങ്ങളാവുന്നത്. അതുവരെ ഇത്രയും കാലം വേറെ ആൾ ക്രിയേറ്റ് ചെയ്യുന്ന കഥകളിലെ ജീവിതമാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഇൻഡ്യൂഷൻ പുറത്തേക്ക് വരുമ്പോൾ ആ ഇൻഡ്യൂഷൻ നിങ്ങളെ കൊണ്ട് നല്ല കുറേ കാര്യങ്ങൾ ചെയ്യിക്കും. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തോന്നലുകൾ, ആ തോന്നലുകളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. അത്രേ ഉള്ളൂ. ഹെവൻ ഈസ് യുവർ ടാർഗറ്റ്. ഗുഡ്. ആ ഹെവനിലേക്കുള്ള വഴി തുടങ്ങുന്നതും ആ ഹെവൻ ഇവിടം കൊണ്ട് തുടങ്ങുകയാണ്. ഈ ലോകത്തും ഹെവനായിട്ട് ജീവിക്കുന്ന ഒരാൾക്കാണ് ആ ലോകത്തും ഹെവനായിട്ട് കിട്ടുന്നത്. സിമ്പിളാണ്. മനസ്സിലായോ? അല്ലേ? അല്ല, നിങ്ങൾ പറ. ആത്മീയത എന്ന് പറയുന്നത് അതാണ്. ഈ ലോകത്തെ ഹെവൻ എന്താണ്? ഈ ലോകത്ത് നമ്മൾ ഹെവനിൽ ഇരിക്കുക. അതെന്താണ്? നന്മയിലിരിക്കുക. നമ്മൾ വെറുതെ ഇമോഷണൽ അറ്റാച്ച്മെന്റ്. ഇത് നിങ്ങൾക്ക് പ്രോസസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഇത് ഇന്നത്തെ ഈ സെഷൻ ശരിക്കും നിങ്ങളെ പലരെയും കാട് കയറി ചിന്തിപ്പിക്കും. ആൻഡ് ദാറ്റ്സ് ഓക്കെ. പേടിക്കൊന്നും വേണ്ട. കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ അങ്ങ് റെഡിയാവും. പരിചയമില്ലാത്തൊരു തോട്ട് പ്രോസസ്സാണ് ചിലപ്പോൾ ചിലർക്ക് എന്ന് വെച്ചാൽ, ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയല്ലേ, അത് അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയല്ലേ, ഓ വല്ലാത്ത ക്ലാസ് വേണ്ടായിരുന്നു എന്ന് തോന്നും ചിലപ്പോൾ നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ വേണ്ട, ഇറ്റ്സ് ഓക്കെ. അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ സെറ്റിൽ ഡൗൺ ആവും. സെറ്റിൽ ഡൗൺ ആയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരും.
ഒരാളൊന്നും പേടിക്കണ്ട. 2 ദിവസം കഴിഞ്ഞതൊക്കെ തണുത്ത് റെഡി ആയി വരും. അങ്ങനെ ചിന്തിക്കും കേട്ടോ. നിങ്ങളായിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേണ്ട ഇതെങ്ങനെ. ബട്ട് എവറിത്തിങ് ഈസ് ഗുഡ്. എല്ലാം നല്ലതിലേക്ക് നയിക്കുന്നതാണ്. അത്രേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ച എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒരു പറ്റം സൂഫികളെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സാർ. നിങ്ങളൊക്കെ സൂഫികളെ, ഞാനായിട്ട് ഉണ്ടാക്കൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെല്ലാവരും സൂഫികളാണ്. നമ്മളെല്ലാവരും നല്ലവരാണ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ നല്ല വഴികളിലൂടെ നമ്മൾ അങ്ങനെ യാത്ര ചെയ്യും. ഇനി ഞാനായിട്ടൊന്നും ഉണ്ടാക്കില്ല. ഇവിടെ ആർക്കും ഒന്നും ഉണ്ടാക്കാനൊന്നും കഴിയില്ല. എന്നാൽ എല്ലാം ഉണ്ടാകേണ്ടതുപോലെ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴും നിങ്ങൾ പറയും ദേ കിടക്കണ വീണ്ടും സൂഫി അല്ലോടോ ഷാഫി. ഓക്കെ, ശരി. എന്നാ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ലോ ഓഫ് റിലേറ്റിവിറ്റി എൻജോയ് ചെയ്തോ? സൂപ്പർ ആയിരുന്നു സാർ, നന്നായി എൻജോയ് ചെയ്തു. അത് ആരും ഉണ്ടാക്കിയതല്ല, അത് ലോകത്ത് എല്ലാവർക്കും അറിയാം. ഒരിക്കലുമല്ല. നന്മയും തിന്മയും ഉണ്ട്, അത് ആരും ഉണ്ടാക്കിയതല്ല, അത് ലോകത്ത് എല്ലാവർക്കും അറിയാം. ഷഹീർ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചോളൂ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതാവും നിങ്ങളുടെ റിയാലിറ്റി. അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതെന്ത് വെച്ചാൽ അത് അങ്ങനെയാകും നിങ്ങളുടെ റിയാലിറ്റി. അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു വരുന്നത് അതാണ്. നമ്മൾ അതുകൊണ്ട് ബുദ്ധിമുട്ടരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ നന്മയുണ്ട് ഈ ലോകത്ത്, ഓക്കെ, നന്മയുണ്ട്. തിന്മയുണ്ട് ഈ ലോകത്ത്, ഓക്കെ, തിന്മയുണ്ട്. നമ്മൾ എന്തിനത് ഏറ്റെടുക്കുന്ന അറ്റാച്ച് ചെയ്യണത്? എന്നിട്ട് നമ്മൾ ഒരാൾ പറയുമ്പോഴേക്കും നമ്മൾ അതിലെന്തിനാ വിഷമിക്കുന്നത്? എൻ്റെ ആവശ്യമില്ല. ഡിറ്റാച്ച് യുവർ സെൽഫ് ഫ്രം എവറിത്തിങ് ആൻഡ് ദെൻ അലൈൻ. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം എന്ന് പറഞ്ഞ ആ ഒരു പ്യൂർ സെൽഫ് ലവ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ലവ്, ആ ലവ് നിങ്ങൾ കൊടുക്കുക. ആ ലവ് കൊടുക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കും എന്ന് പറയുന്ന പോയിന്റാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ അതിന് ഇത്രയും മാത്രം ഇതൊക്കെ പറയേണ്ടിയിരുന്നോ? ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കേണ്ടിയിരുന്നോ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് എന്തുണ്ടാവുന്നത്, റിയൽ ആയിട്ട് ആ ട്രാൻസ്ഫോർമേഷൻ കിട്ടുക കേട്ടോ. ഇത് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് റിയലി ചേഞ്ച്. പിന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി മറിയും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം 10-40 കൊല്ലമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. ചിലർക്ക് മാത്രം അതിനെ കറക്റ്റായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് മാത്രമേ അത് ഉൾക്കൊള്ളുകയുള്ളൂ, അവരത് എടുക്കുകയുള്ളൂ, അവരെടുത്തിട്ട് അത് അപ്ലൈ ചെയ്യുള്ളൂ, അവർക്ക് അത് നല്ല രീതിയിൽ ഗുണകരമായിട്ട് ഉപയോഗിക്കും. അതല്ല, അതിൽ സംശയവും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആൾക്കാർ 2 ദിവസം കഴിഞ്ഞ് അത് പോകും, ഇറങ്ങിപ്പോകും. കാരണം നിങ്ങളെടുത്ത എനർജി നിൽക്കില്ല. സോ ഡോണ്ട് വറി, എവരിവൺ ഈസ് സേഫ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവും ചേഞ്ച് ആകാൻ പോകുന്നില്ല. ഓക്കെ, ചേഞ്ച് ആവേണ്ടത് ചേഞ്ച് ആകും. എങ്ങനെ? നല്ലതുപോലെ മണ്ണ് കൊത്തി കളച്ചിട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കി എടുക്കണം. അതെ, അത് കറക്റ്റ് ആവശ്യമുള്ളവര് ക്ലിയർ ആക്കി എടുത്തോളൂ. ആവശ്യക്കാരുണ്ടാവുക വേദനയിൽ കുടുങ്ങി നടക്കുന്നത്, അവർക്ക് ഇത് ഭയങ്കര മരുന്നാണ്. ശരിയാണ് സാറ് പറഞ്ഞത്. ഈ ക്ലാസ് ഒരു 2-3 വട്ടം കേൾക്കണം. മനസ്സിലാണ്ട? അവര് ആവശ്യക്കാർ കേട്ടും ചെയ്തോളും. അല്ലാത്തവർ പിന്നെ വറീഡാവൊന്നും വേണ്ട, അത് കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയിക്കോളും കേട്ടോ. നിങ്ങൾക്ക് അത് ആവശ്യമില്ല. മനസ്സിലായോ? ആവശ്യമുള്ളവർക്കും ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ക്ലാസ്സുകളും ആവശ്യക്കാർക്കേ കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടൂല. വെൻ സ്റ്റുഡന്റ് ഈസ് റെഡി, ടീച്ചർ വിൽ ബി അവൈലബിൾ എന്നാണ് ഈ ലോകത്തിന്റെ സത്യത. വെൻ സ്റ്റുഡന്റ് ഈസ് റെഡി, എന്നാണോ വിദ്യാർത്ഥി റെഡി ആകുന്നത്, അന്നാണ് അധ്യാപകൻ നമ്മുടെ ലൈഫിലേക്ക്. അതായത് സാറിനെപ്പോലുള്ള ക്ലാസ് ചെറുപ്പം മുതലേ കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങളൊക്കെ വലിയ ലെവലിൽ എത്തിയിരുന്നു. പക്ഷെ നമുക്ക് ജീവിതത്തിന്റെ ചെറുപ്പകാലത്തൊന്നും കിട്ടാതെ പോയി. ഇനിയുള്ള ക്ലാസ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് മുന്നോട്ട് ജീവിക്കാന്നാണ് ചിന്തിക്കുന്നത്. വളരെ നന്ദിയുണ്ട് സാർ. യെസ്, അദ്ദേഹം സ്റ്റുഡന്റ് റെഡിയാണ്. അദ്ദേഹത്തിന് ഇവിടുന്ന് ഈ ഒരു സെഷൻ ഭയങ്കര ഹീലിംഗ് ആണ്. മനസ്സിലായോ? ഓക്കെ, നല്ല ചോദ്യം ഹിബ. അപ്പോ എങ്ങനെയാണ് പാർട്ട്ണറിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ എങ്ങനെ ചെയ്യും? അറ്റാച്ച്മെന്റ് വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ ലവ് ഉണ്ടായിക്കോട്ടെ. ഹിബ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരും. എസ് ഓർണോ? പ്രോഗ്രാമിലേക്ക് വന്ന ആൾക്കാർക്ക് അറിയാം. എസ് ഓർണോ?
ഞാൻ പറയണ്ട, ഓൾറെഡി പ്രോഗ്രാമിൽ വന്ന ആൾക്കാർക്ക് അറിയാം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അറ്റാച്ച്മെന്റ് നമുക്ക് വേണ്ട, അറ്റാച്ച്മെന്റ് അല്ല വേണ്ടത്. ആര് പറഞ്ഞ അറ്റാച്ച്മെന്റ് വേണം? അറ്റാച്ച്മെന്റ് വേണ്ട, ലവ് ആണ് വേണ്ടത്. എന്താണ് ലവ്? നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണ് ലവ് ഉണ്ടാവുന്നത്? നമ്മൾ ലവ് ഉണ്ടാകുമ്പോഴാണ് അയാളോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അറ്റാച്ച്മെന്റ് അല്ല, അയാളോട് നമുക്ക് കണക്ഷൻ ഉണ്ടാവും, ഇന്റിമസി ഉണ്ടാവും, പ്യുവർ ലവ്. അത് ഒരു സാധനമാണ്. നമുക്ക് അറ്റാച്ച്മെന്റ് ഒന്നും വേണ്ട കേട്ടോ. ലവ് ഉണ്ടാവും, ജെനുവൻലി ലവ് ഉണ്ടാവും. ആ ലവ് ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മളെ ലവ് ഉണ്ടാവണം. നമുക്ക് നമ്മളിൽ നിന്ന് ഒളിച്ചോടുന്നത് നിർത്തണം. അപ്പോഴാണ് അവരിൽ നിന്ന് ഒളിച്ചോടുന്നതും അവരിൽ ഒറ്റൊരു കണക്ഷൻ ഇല്ലാതെ ആവുന്നതൊക്കെ അപ്പോഴാണ്. അത് നമുക്ക് നമ്മളിൽ കണക്ഷൻ ഇല്ലാതെ ആകുന്ന അവസ്ഥയാണ്. തിരിയുന്നവർക്ക് തിരിയും, അല്ലാത്തവർക്ക് കുറച്ചു നേരം നട്ടം തിരിയും, പിന്നെ അവനവന്റെ ഒരു തിരിച്ചിലേക്ക് അവനെ എത്തും. എന്നിട്ട് റെഡി ആയിട്ട് അങ്ങ് മുന്നോട്ട് പോകും. എന്തായാലും ജീവിതം മുന്നോട്ട്. നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറല്ലെങ്കിലും നമ്മളെ ജീവിതം എങ്ങനെ. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ, ഷാറാവട്ടെ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനി ക്വസ്റ്റ്യൻസ് ഐ ആം റെഡി ടു ആൻസർ കേട്ടോ. സാറ് പറഞ്ഞ ഇപ്പം ഇന്നടുത്ത ക്ലാസ്സിന് കൃത്യമായ മലയാളത്തിന് ആൻസർ ഇല്ല, പക്ഷെ നമ്മുടെ ഇൻറ്റ്യൂഷനായിട്ട് നമുക്ക് ഈ സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. യെസ്, സാർ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അപ്പൊ അതങ്ങനെ. വേറെ ആൾക്ക് വേറെ രൂപത്തിലാണ് കിട്ടിയത്, അപ്പൊ അതങ്ങനെ. അപ്പൊ ഇസ്മായിൽ സാറിൻ്റെതാണോ ശരി? അത് ശരിയാണ്. വേറൊരാൾക്ക് ഇങ്ങനെ കിട്ടിയത് അയാളുടെ ശരി, അതാണ്. കാരണം അവനവന്റെ പെർസ്പെക്റ്റീവിനനുസരിച്ചാണ് കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ. അവനവൻ കൊടുക്കുന്ന മീനിങ്ങിനനുസരിച്ചാണ്. ഞാൻ എന്ത് തരുന്നു എന്നുള്ളതല്ല, ഞാനിവിടെ നിങ്ങൾക്ക് എന്തോ തന്നു, ഞാൻ എങ്ങനെ തന്നു എന്നുള്ളതല്ല, നിങ്ങൾ എങ്ങനെ എടുത്തു എന്നുള്ളതിനെ ബേസ് ചെയ്ത്. നേരത്തെ പറഞ്ഞ കാര്യം, വേദനിപ്പിച്ചു, അത് രണ്ട് ഞാൻ തരുന്നത് എന്റെ പ്രവൃത്തി, നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തി. നിങ്ങളെ കയ്യിലുള്ള ഫിൽട്ടർ ഏതാ നോക്കണം. നിങ്ങൾ ചിലപ്പം സാധാരണ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചായ എടുക്കുമ്പോഴേ ഉപയോഗിക്കുന്ന അരിപ്പുണ്ടല്ലോ, സാധാരണ ചെറിയ അരിപ്പായിരിക്കും. ചിലരത് പ്ലാസ്റ്റിക്കിന്റെ അരിപ്പായിരിക്കും, ചിലരത് എന്തായിരിക്കും, സ്റ്റീലിന്റെ അരിപ്പായിരിക്കും, ചിലത് രണ്ട് ഡബിൾ കോട്ടിംഗ് ഉള്ള അരിപ്പായിരിക്കും, ചിലത് ചെറിയ ഹോളുള്ള അരിപ്പായിരിക്കും, ചിലത് വലിയ ഹോളുള്ള അരിപ്പായിരിക്കും, ചിലത് പഴയ സമാവറില്ലേ അതിൽ ഉപയോഗിക്കുന്ന സഞ്ചിയില്ലേ അതുപോലത്തെ അരിപ്പായിരിക്കും. ഏത് അരിപ്പിട്ടിട്ടാ നിങ്ങൾ കേൾക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. അരിപ്പക്കനുസരിച്ച് ചായയുടെ ടേസ്റ്റ് മാറും, മനസ്സിലാവുണ്ടോ? അതേപോലെ ചായപ്പൊടിയിൽ. അപ്പോൾ അത് നമ്മളാണ്. ഇനി ഒരു അരിപ്പി ഇടാതെ നിങ്ങൾ കയറ്റി നോക്കിയേ, ആ ചായപ്പൊടി മൊത്തം അതേപോലെ അതിലുണ്ട്. അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഒഴിച്ചത് ഞാനാന്നേ ഉള്ളൂ. അത് ഏത് അരിപ്പ വെച്ച് സ്വീകരിച്ചു എന്നുള്ളത് നിങ്ങളാണ്. അപ്പൊ അതിന്റെ ടേസ്റ്റ് സംഗതികളൊക്കെ മാറും. അപ്പൊ അതുകൊണ്ട് ഇവിടെ പലർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻ വരുന്നത് അവനവന്റെ അരിപ്പക്കനുസരിച്ച്. അതെങ്കിലും ഒരു എക്സാമ്പിൾ മനസ്സിലായോ? അതാണ് റിലേറ്റിവിറ്റി. അപ്പൊ അതിനനുസരിച്ചുള്ള ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ക്ലാസ് കേട്ടിട്ട് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഇതിനെ എതിർക്കണം എന്ന് തോന്നുന്നു. അതെന്തുകൊണ്ടാണ് അതുണ്ടാവുന്നത്? അത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയാണ്, ഞാൻ ചെയ്ത പ്രവൃത്തിയല്ല. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചെയ്ത പ്രവൃത്തി. ക്ലിയർ ആണോ? യെസ്. ഇതിലും വലിയൊരു എക്സാമ്പിൾ ഇനി പറയാനില്ല. അതിൽ നിങ്ങൾ ദുഃഖിത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാനല്ല തെറ്റ്, ഞാൻ കൈ കഴുകുകയല്ല. നിങ്ങൾ എങ്ങനെയാണ് അതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് ആലോചിക്കുക. ശരിയായ രീതിയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്തുണ്ടാകും? ഈ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതിനെ പറയുന്ന പേരാണ് സറണ്ടർ. എനിക്കറിയില്ല. അരിപ്പനം എടുത്ത് ഒഴിവാക്കി വെക്കും. എനിക്കറിയില്ല. എന്തിനാ നമ്മൾ അരിപ്പ് ഉപയോഗിക്കുന്നത്? എനിക്കറിയില്ല. അതിനെ പറയുന്ന പേരാണ് സീക്കർ ഓഫ് ട്രൂത്ത്, സത്യം അന്വേഷിക്കുന്നവൻ. എനിക്കറിയില്ല, സറണ്ടർ ചെയ്യാം. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടാവാം, ശരിയായിരിക്കാം, എനിക്കറിയില്ല. അങ്ങനെയുള്ളവർക്കാണ് പുതിയ അറിവ് എപ്പോഴും കിട്ടുക. ഇതിനെ പറയും അൺലേണിങ്. പുതിയത് ലേൺ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഷാർട്ട് ചേഞ്ച് ആയി എക്സ്പാൻഡ് ആയി വരും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ അവയർനെസ് എക്സ്പാൻഡ് ആവുന്നത്. അപ്പോൾ അവയർനെസ് എക്സ്പാൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിലേക്ക് വരും. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? ഹലോ സാർ, കേൾക്കാവോ? കപട സ്നേഹം, അസ്ന പറയുന്നു, കപട സ്നേഹം കൊണ്ടാണ് ഈ കാലത്ത് ജീവിക്കേണ്ടത്.
ആ അടിപൊളി. നല്ല അരിപ്പയാണ്. എനിക്കറിയില്ല. ഓക്കെ, അല്ല ഞാൻ ആദ്യം മറുപടി പറയട്ടെ. കപട സ്നേഹം കൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. ആര് പറഞ്ഞു? നിങ്ങൾ ആരെയും സ്നേഹിക്കണ്ട. നിങ്ങൾ ആരെയും സ്നേഹിക്കണ്ട. കപട സ്നേഹമാണ് അയാൾക്ക്. കാരണം എന്താ? നിങ്ങളോട് കപട സ്നേഹമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളോട് ഒറ്റ ചോദിച്ചത്, നിങ്ങൾ എങ്ങനെയാ സ്നേഹിക്കണ്ടേ? കപട സ്നേഹമാണോ? അതിന് മറുപടി പറയാം. ക്ലാസ് കൊണ്ട് പോയ പോക്കുണ്ട്. അവിടേക്ക് പോയത് എന്ത് കാര്യം? നമ്മളിവിടെ സ്നേഹത്തിനെ പറ്റി പറയുന്നു. മനസ്സിലാവുന്നില്ല? അതാണ് എല്ലാവർക്കും ഇഷ്ടം. ആര് പറഞ്ഞ്? അസ്ന പറഞ്ഞു അല്ലേ? അസ്നയുടെ കൂട്ടാണ്. അസ്ന എന്താ പേരെന്തോ? അതാണ് ഇഷ്ടം. അസ്ന പറഞ്ഞു അതല്ല ഇഷ്ടം. ആര് പറഞ്ഞു? അതല്ല സത്യം. അതാണ് എല്ലാവർക്കും ഇഷ്ടം. അത് അസ്നയുടെ അനുഭവത്തിൽ നിന്ന് അസ്നയ്ക്ക് തോന്നിയതാണ് കേട്ടോ. അസ്ന ചിന്തിച്ചു കൂട്ടി ഉണ്ടാക്കിയ കഥയാണത്. മീനിങ് കൊടുത്തതാ. അതല്ലേ നമ്മളിവിടെ ചേഞ്ച് ചെയ്യാൻ പറയണത്. സാറിപ്പോ എല്ലാം നെറ്റ് ലൂസാക്കി ഇട്ടതാ. ഇത് കൊടുക്കാൻ കുറച്ച് പാടാ. ഇതിപ്പോ പെട്ടെന്ന് പോകാനാവും തോന്നില്ല. സാർ കപട സ്നേഹം കാണിക്കാന്ന് പറഞ്ഞാൽ അവനാനെ കപട സ്നേഹം കൊണ്ട് സ്നേഹിക്കണല്ലേ? സ്നേഹിക്കുന്നത് അവനാന്റെ മനസ്സുകൊണ്ടാണല്ലോ, പുറമേക്കാണെങ്കിലും. അപ്പൊ കപട സ്നേഹം കാണിച്ചാൽ അവനാനെ തന്നെ മോശമാക്കില്ലേ? അതല്ലേ പറഞ്ഞത്. അപ്പൊ കപട സ്നേഹം എന്ന് പറയുന്ന സാധനമല്ല. വേറൊരാൾക്ക് നിങ്ങളെ ഈ കപട സ്നേഹമൊക്കെ നിങ്ങൾ എന്തിനാ താങ്ങി നടക്കുന്നേ? അത് ഭയങ്കര പ്രയാസമല്ലേ? നിങ്ങളല്ലാതാവില്ലേ? നിങ്ങൾ ആരെയും സ്നേഹിക്കണ്ട. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ സ്നേഹിക്കും. ഓക്കെ? നിങ്ങൾ കപട സ്നേഹം, ഇതിനേക്ക് കപടം എന്ന് പറയുന്ന മീനിങ്ങാ അല്ലെ? സ്നേഹമല്ലേ ഉള്ളൂ. എനിക്ക് എന്താ കപട സ്നേഹം ആക്കണത്, നല്ല സ്നേഹം ആക്കണത്? അങ്ങനെ സാധനം ഉണ്ടോ? സ്നേഹമല്ലേ ഉള്ളൂ. കപട സ്നേഹം എന്ന് പറഞ്ഞ സാധനമില്ല. സ്നേഹമുള്ളൂ. ഈ കപട ആരാക്കുന്നത്? നമ്മളാണ്. ഉള്ളിൽ സ്നേഹമില്ലാതെ പുറത്ത് സ്നേഹം കാണിക്കുന്നതിനാണല്ലോ സാർ ഈ കപട സ്നേഹം എന്ന് പറയുന്നത്. ഉള്ളിൽ സ്നേഹമില്ലാതെ പുറത്ത് സ്നേഹം കാണിക്കാൻ എത്ര കാലം പറ്റും? അതിന് സ്നേഹം എന്ന് പറയില്ല. മനസ്സിലായി? സ്നേഹമല്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ കപടം എന്ന് കേൾക്കുന്നതിന്? അതിന് സ്നേഹമല്ല അത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അത് ആക്ച്വലി എന്താ വെച്ചാല് അത് സ്നേഹത്തിന്റെ ഒരു അളവേ ഉള്ളൂ. ഇത്ര സ്നേഹമുള്ളൂ. അതിൽ സ്നേഹമുണ്ട്. അത് ഇത്രേ ഉള്ളൂ. അതിന്റെ കാരണം എന്താണ്? അത്ര തന്നെ അവനോടുള്ളൂ. അവനോട് സത്യസന്ധമായി സ്നേഹിക്കാൻ കഴിയുന്നില്ല. അത് നിങ്ങൾ കോഴ്സിലേക്ക് വരും. അപ്പൊ മനസ്സിലാവും. ഡെപ്തിൽ മനസ്സിലാവും. ഓക്കെ? കോഴ്സ് പഠിച്ചവർക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ സ്നേഹമേ അല്ല ഉള്ളൂ. സർ, ചോദിച്ചോളൂ. അല്ല സർ, നിങ്ങൾ പറയലുണ്ടല്ലേ ഈ ഇപ്പൊ ഭർത്താവിനായാലും ഓവറായിട്ട് നമ്മൾ സ്നേഹിക്കരുത്, എന്ത് ലവ് ചെയ്താൽ മതി, ജസ്റ്റ് സ്നേഹിക്കരുത് എന്ന്. അതാ ഞാൻ ചോദിച്ചേ. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങള് അത് അങ്ങനെയാണല്ലോ വരിക. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടല്ലേ വരിക. അപ്പൊ ആത്മാർത്ഥമായിട്ട് ചെറിയ നിങ്ങളെ രീതിക്ക് സ്നേഹിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഇതാരാ ചോദിക്കുന്നേ? അതാണ് ഞാൻ അസ്നയാണോ? തസ്ലീമ എന്റെ പേര്. ആ, അപ്പോ കപട സ്നേഹം നമ്മൾ ഈ കാലത്ത് സ്നേഹിച്ചു കൊണ്ടാണോ നമ്മൾ ജീവിക്കേണ്ടത് എന്നാണ് അല്ല. ഞാൻ ഓക്കെ. അല്ല, നിങ്ങള് വേറൊരാളെ സ്നേഹിക്കാൻ പോകണ്ടെന്നാ ഞാൻ പറയണത്. നിങ്ങളെ ഹസ്ബൻഡിനോട് നിങ്ങൾ സ്നേഹിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കൂ. അസ്ന, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. നിങ്ങളെ സ്നേഹിച്ചോ അസ്ന? നമ്മള് ഹസ്ബൻഡിന്റെ സ്നേഹത്തോട് നമ്മളെ ഓലിക്കുന്നതേ ഉള്ളൂ ജീവിതം. അതാണ്. അതൊന്നുമല്ല. ഹസ്ബൻഡിന്റെ സ്നേഹം അവിടെ നിൽക്കട്ടെ. അത് പോട്ടെ. അവിടെ മാറ്റി വെക്കുക. ഹസ്ബൻഡിലേക്ക് പോലെ ആദ്യം നമ്മളെ ഹാപ്പിയാണോ നോക്കണ്ടേ? ഹസ്ബൻഡിന്റെ സ്നേഹം കിട്ടിക്കൊണ്ടല്ലോ. അല്ലാതെ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ വിലയിരുത്തുമ്പോൾ ഹസ്ബൻഡ് മാറ്റി വെക്കുക. അത് പോട്ടെ. നിങ്ങളെ വിലയിരുത്തുമ്പോൾ ഹാപ്പിയാണോ? ആള് ഓക്കെ ആണോ? പെർഫെക്റ്റ് ആണോ? എന്തൊക്കെയോ പോരായ്മ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവിടെ സ്നേഹം കുറവുണ്ട്. ആ പോരായ്മ ഒന്നും തോന്നാൻ പാടില്ല. ഞാൻ ഓക്കെയാണ്, ഞാൻ സേഫ് ആണ്, ഞാൻ സെറ്റാണ്. അപ്പൊ ഞങ്ങള് ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതായിട്ടുള്ള ആത്മാർത്ഥമായിട്ട് എന്തായാലും ഒരാളോട്, ആരോടായാലും, ഇപ്പൊ നമ്മുടെ ഉമ്മമാരോടായാലും നമ്മുടെ ഫാമിലി ആയാലോട് ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളരുതെന്ന് സർ പറഞ്ഞ വിഷമം. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ ഏതോ ക്ലാസ്സിൽ കേട്ടതാണ്. അല്ല, സ്നേഹവും പിന്നെ ഓവറായിട്ട് നമ്മൾ കൂടുതലായിട്ട് അവരെ ഡിപ്പെൻഡ് സ്നേഹിക്കാന്ന് എന്തോന്ന്. അത് ഡിറ്റാച്ച്മെന്റ് ആണ്. അത് സ്നേഹമല്ല. One minute, ma'am.
സെൽഫ് ലവ് ആണ് മതി. അതിൽ നിന്നാണ് അത് നിങ്ങൾക്കുണ്ടെങ്കിൽ ബാക്കി എല്ലാ ലവ് വരും. അത് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. അത് മനസ്സിലാവണം. അസ്മാന്റെ എല്ലാ സംശയവും മാറാൻ അസ്മ ഒന്ന് EFT ചെയ്യട്ടെ, അപ്പൊ എല്ലാം മാറിക്കോളും. എല്ലാം മാറും. അങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അസ്മ എല്ലാ പ്രോബ്ലവും തീരും EFT ചെയ്താല്. കുറെ ആൾക്കാർക്ക് ഈ സംഗതി കിട്ടിയവരുണ്ട്, ഇവര് മിണ്ടാണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ എന്നാല്, Yes, കിട്ടിയ ആള് പറയട്ടെ. ആ സാറ് ഇത് പറഞ്ഞ വ്യക്തിയോടാട്ടോ ഞാൻ പറയണത്. സാറ് പറയുന്നത് അങ്ങനെ എന്താ പറയാ, അങ്ങനെ അങ്ങ് വിശ്വസിച്ചാ മതി. അപ്പൊ അത് അങ്ങനെ നടക്കുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യും. ഇപ്പൊ സെൽഫ് ലവിന്റെ ആണെങ്കിലും നമ്മളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരിൽ ഇഷ്ടം കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് തന്നെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും, എനിക്ക് ഇന്ന ഇഷ്ടക്കുറവുള്ളത് കൊണ്ടാണല്ലേ അവരെന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്കൊരു കംഫർട്ട് ഫീല് തോന്നുന്നത് എന്നുള്ളത്. അപ്പൊ കണ്ണടച്ച് സാറങ്ങ് വിശ്വസിച്ചാ മതി. അപ്പൊ അത് ആ മാറ്റം നമുക്ക് മനസ്സിലാകും. വിശ്വസിക്കുക, ഇപ്പൊ തന്നെ വിശ്വസിച്ചോ. എന്തായാലും റിസൾട്ട് കിട്ടി. എനിക്കത് റിസൾട്ട് കിട്ടി വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട്. അത് ഒന്നാമത് EFT വന്നത് കൊണ്ടും കൂടിയാണ്. നല്ല മാറ്റമുണ്ട്. ആലയുടെയൊക്കെ കേസ് കേൾക്കേണ്ടിയിരുന്നു. സമാധാനം ഉണ്ടായിരുന്നില്ല. ഒന്നര ദിവസം കൂടെ. അതെ അതെ. പക്ഷെ ഇപ്പൊ സത്യം പറയാലോ, സാറിന്റെ ക്ലാസ്സിന്റെ ഇടയിൽ ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് എനിക്ക് I love you എന്നുള്ളൊരു മെസ്സേജ് വന്നത്. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അപ്പഴാ മനസ്സിലായത്. ഞാൻ ചേഞ്ച് ആയതുകൊണ്ടാണല്ലോ അത് സംഭവിക്കുന്നത്. ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോ എനിക്ക് പിന്നെ ഓക്കെ, സാറ് പറഞ്ഞ പോലെ ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല. എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടപ്പോ ഓക്കെ, അവര് വരുന്നുണ്ട് പോകുന്നുണ്ട്, എനിക്ക് അവരോട് സ്നേഹമുണ്ട്. അങ്ങനെ ആയപ്പോ ഞാനും ഓക്കെ ആയി. ഇപ്പൊ ഇത്താത്ത പറഞ്ഞ പ്രശ്നങ്ങള് എനിക്ക് ഉണ്ടായിരുന്ന ആളാണ്, പക്ഷെ ഇപ്പൊ എനിക്കില്ല. അതാണ് ഡിഫറൻസ്. മനസ്സിലാവുണ്ടോ? അപ്പോ പറഞ്ഞതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് അല്ലേ, രസമായിരുന്നു അല്ലേ? എല്ലാം ജേണിയാണ്, രസമാണ്. ഓക്കെ. ഇതൊരു ഇന്റലക്ച്വൽ പ്ലഷറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമല്ല. നിങ്ങൾക്കോ എനിക്കോ ശരിക്കും നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യും. ഇത് മനസ്സിലാക്കിയാൽ പോരാ, ഇത് സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുപോകണം. അതെങ്ങനെയാണ്? പോയിന്റ് സ്വയം സ്നേഹിക്കുക കേട്ടോ. സ്വയം എഫേർട്ട് ഇടുക. നമ്മൾ സ്വയം സ്നേഹിക്കുക. സ്വയം സ്നേഹിച്ചിട്ട് എന്ത് ചെയ്യുക? അത് പ്രാക്ടീസാണ്. മെഡിറ്റേഷനിലും നമ്മുടെ ഇതിലൊക്കെ നമ്മൾ ആ ഒരു സ്നേഹം നമ്മളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മളിൽ സ്നേഹം നടക്കുക. അപ്പൊ നടക്കുമ്പോൾ അപ്പോഴാണ് ഇത് പ്രവൃത്തിയിൽ ആകുന്നത്. അപ്പൊ നമ്മുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവും കേട്ടോ. അവിടെയാണ് പ്രശ്നം സർ. ധാരണകളുണ്ട് നമ്മളിങ്ങനെ കുറെ കാലം കൊണ്ട് മനസ്സിലാക്കിയെടുത്ത ആ ധാരണകളൊക്കെ EFT എത്തുമ്പോ അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ചേഞ്ച് ആവും. ഇപ്പൊ നമ്മള് സെറ്റ് ആവും, ഒരു വാക്കിലൊരു സെറ്റ് ആവും. അതെ. ധാരണ ആള് ഷമീന അല്ല. ഷമീന. ഓക്കെ. ഇതാണ് ഇതിന്റെ റിയാലിറ്റി. എന്തായാലും നിങ്ങൾ EFT വരും കേട്ടോ. അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യാം. എല്ലാം സേഫാണ്, അടിപൊളിയാണ് കേട്ടോ. ഞാൻ എന്നെ തന്നെ കൂടുതൽ സ്നേഹിക്കണം. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അതാണ്. ഇതിൽ നിന്ന് ആകെ ഒരൊറ്റ വാക്കെടുത്താൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആണെന്നല്ലേ പറഞ്ഞത്. തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പെർസ്പെക്റ്റീവ്. അപ്പൊ ഈ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാനുള്ള മരുന്ന് എന്താണ്? നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾ നമ്മളെ സ്നേഹിക്കാത്തതാണ് ഈ ലോകത്തുള്ള എല്ലാ ദുഃഖവും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ കാരണം. എല്ലാത്തിൻ്റെ മരുന്ന് സ്നേഹം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിലാണ്. വേറൊരാൾ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ വേദനിക്കപ്പെടുന്നത് നമുക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ വീക്ക് ആയതുകൊണ്ട് നമുക്ക് വേദനിക്കപ്പെടും അല്ലേ? ആണ്. നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ വേദനിക്കപ്പെടും. സ്ട്രോങ് ആകത്തിന് കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ല. സ്നേഹം ഉണ്ടായാൽ സ്ട്രോങ് ആണ്. സ്ട്രോങ് ആയാൽ പിന്നെ വേറെ ആൾ എന്ത് പറഞ്ഞാലും വേദനിക്കില്ല. ഇതോടെ പറയുകയാണെങ്കിൽ ഇനിയും പോയിന്റുകൾ വരും. നമുക്കിപ്പോൾ അവസാനിപ്പിക്കാം. നാളെ കാണാം. എൻജോയ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഓക്കെ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു സോ മച്ച്. സൂപ്പർ ആയിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാനുണ്ടെന്ന് മനസ്സിലായി. അഡ്വാൻസ് പ്രോഗ്രാമിൽ നമ്മളിത് ഷെയർ ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഡെപ്തിൽ കേട്ടോ. നിങ്ങൾ വന്നോളൂ, വരാതിരിക്കേണ്ട. ഈ ഒരു വലിയൊരു വിസ്ഡം ആണ് നിങ്ങൾക്ക് മിസ്സാവുന്നത്. ആരെങ്കിലും അഡ്വാൻസ് പ്രോഗ്രാമിൽ വരാൻ ആഗ്രഹിച്ച് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ഇമ്മീഡിയറ്റ്ലി. ഇതിന്റെ ഒരു ഒഴുക്കാണ് ആ സെഷൻ മൊത്തം. അഡ്വാൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു വേറെ ലെവലിലേക്ക് നമ്മളെ കൊണ്ട് നമ്മുടെ അവയർനെസ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്തതൊന്നുമല്ല, ഇതുവരെ പഠിച്ചതൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെയാണ് നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ അലൈൻമെന്റ് ക്ലിയർ ആവുന്നത്. നമ്മൾ അലൈൻമെന്റ് കുറേ കാര്യം നമുക്ക്
ബേസിക് പ്രോഗ്രാമിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്യൂർ അലൈൻമെന്റ് കൊണ്ടുവരുന്നത് ഈ രീതിയിലൂടെയാണ്. അപ്പൊ അത് അങ്ങനെ കൊണ്ടുവരുമ്പോൾ അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, നിങ്ങൾ പിന്നെ നാച്ചുറലി നിങ്ങളുടെ പെർസ്പെക്റ്റീവിലുള്ള കുറേ ഇത്രയും ഇപ്പൊ നമ്മൾ 10 റൂൾസ് പറഞ്ഞു, ഇതേപോലെ കുറേ സാധനങ്ങൾ നമ്മൾ അവിടെ പറയും. ആ പറയുന്നതും പ്ലസ് നമ്മൾ ഒരുപാട് ഡീപ്പ് തെറാപ്പി ചെയ്യുന്നുണ്ട്. ആ ഡീപ്പ് തെറാപ്പീസ്, ഡീപ്പ് മെഡിറ്റേഷൻസ് ഉണ്ട്. ലൈക്ക് യുനോ ഒരു എന്താ പറയുക, അൺസീൻ തെറാപ്പിസ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു നിങ്ങളെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്. ആ ആളിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. ആളിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെ ഹീലിംഗ് നാച്ചുറലി നടന്നുകൊണ്ടേയിരിക്കും. നമ്മളായിട്ട് ഫോഴ്സ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ദർ ഈസ് സംതിങ് കോൾഡ് എ ലിവിങ് മെഡിറ്റേഷൻ. ജീവിതം തന്നെ ഒരു മെഡിറ്റേഷനായി മാറുന്ന അവസ്ഥയിൽ നമ്മുടെ തിങ്കിങ് തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്യലല്ല. നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല. നമുക്ക് കിട്ടേണ്ട കാര്യം ഓൾറെഡി അവിടെ ഉണ്ട്. അതിലേക്ക് നമ്മൾ എത്തലാണ്. അതിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ട് എങ്കിൽ നമ്മൾ വി ഹാവ് ടു ബി ഇൻ മെഡിറ്റേഷൻ ഓൾ ദ ടൈം. മനസ്സിലാവുണ്ടോ? സൂപ്പർ. ചെറുപ്പത്തിലുള്ള ക്ലാസ് കണ്ടു. ചേർന്ന് ചെറുപ്പത്തിലുള്ള എത്രാമത്തെ ഏജിലാണ് ഇതിൽ വന്നത്? 23-ാമത്തെ വയസ്സ്. താങ്ക് യു. അപ്പൊ ഇനി കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബ്യൂട്ടിഫുൾ ഡേ. താങ്ക് യു.